ആദരണീയ പിതാക്കന്മാരെ, ശ്രേഷ്ഠരായ വൈദികരെ, മലങ്കര സഭയുടെ വിവിധ ഭാവങ്ങളിൽ നിന്നും കടന്നു വന്നിരിക്കുന്ന മദ്ബഹ ശുശ്രൂഷകരെ, അഖില മലങ്കര ഓർത്തഡോക്സ് ശുശ്രൂഷക സംഘം പരിശുദ്ധ എപ്പിസ്കോപ്പൽ സിനോദോസിൻ്റെ നിയന്ത്രണത്തിലും പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയുടെ നിർദ്ദേശങ്ങളനുസരിച്ചും ദൈവകൃപയാൽ ഭംഗിയായി പ്രവർത്തിച്ചു വരുന്നു എന്ന് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. വർഷത്തോറും 2 സമ്മേളനങ്ങളാണ് ഈ ശുശ്രൂഷക സംഘത്തിൻ്റെ വകയായി ഇപ്പോൾ നടന്നു വരുന്നത്. മധ്യവേനൽ അവധിക്കാലത്ത് നടക്കുന്ന ഈ സമ്മേളനം പ്രത്യേകിച്ചും മദ്ബഹ ശുശ്രൂഷയിൽ ഏർപ്പെടുന്ന ഇളം തലമുറക്കാരെ ഓർത്തുള്ളതാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഇവിടെ സമ്മേളിച്ച ആ ക്യാമ്പിൽ പങ്കെടുത്ത ചിലരെങ്കിലും ഇവിടെ കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ അതിമനോഹരമായ രീതിയിൽ ആ ക്യാമ്പ് സംഘടിപ്പിക്കുവാനും വന്നു ചേർന്ന എല്ലാവരും സംതൃപ്തരായി മടങ്ങിപ്പോകുവാനും ഒക്കെ ഇടയായി. അതിനുശേഷം കഴിഞ്ഞ നവംബർ മാസം 19-ാം തീയതി കുന്നംകുളം ആർത്താറ്റ് പള്ളിയിൽ വെച്ച് മലങ്കര സഭയുടെ വിവിധ ഇടവകളിലെ പ്രധാന ശുശ്രൂഷകർ പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയുടെ നേതൃത്വത്തിൽ മഹനീയ സാന്നിധ്യത്തിൽ അവിടെ സമ്മേളിക്കുകയുണ്ടായി. ദീർഘമായ യാത്ര പലർക്കും ആവശ്യമായി വന്നെങ്കിലും 400-ൽ പരം മദ്ബഹ ശുശ്രൂഷകർ അവിടെ സമ്മേളിക്കുകയുണ്ടായി. പ്രത്യേകിച്ചും പ്രധാന ശുശ്രൂഷകരായി ഇടവകളിൽ സേവനമനുഷ്ഠിക്കുന്ന ആളുകൾ. പരിശുദ്ധ ബാവ തിരുമേനി ആ ഏകദിന ക്യാമ്പിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് മടങ്ങിപ്പോകുമെന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത്. എങ്കിലും ആദ്യോടന്തം അതിൽ സംബന്ധിക്കുകയും വളരെ അനുഗ്രഹകരമായ ഒരു നേതൃത്വം നൽകുകയുമാണ് ചെയ്തത്. വന്നു ചേർന്ന എല്ലാവർക്കും വളരെ അനുഗ്രഹകരമായ ഒരു സമ്മേളനമായി അത് അനുഭവപ്പെടുകയുണ്ടായി. ഈ വർഷത്തെ നമ്മുടെ മധ്യവേനൽ അവധിക്കാലത്തെ ക്യാമ്പ് ഇന്ന് ഇവിടെ ആരംഭിക്കുകയും ബുധനാഴ്ച ഉച്ചയോടുകൂടി സമാപിക്കുകയും ചെയ്യുകയാണ്. 101-ാം സങ്കീർത്തനം 6-ാം വാക്യം, നിഷ്കളങ്ക മാർഗത്തിൽ നടക്കുന്നവൻ എന്നെ ശുശ്രൂഷിക്കും എന്നുള്ളതാണ് നാം ഈ വർഷത്തെ ചിന്താവിഷയമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഒരു പള്ളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ അതിവിശുദ്ധ സ്ഥലമാകുന്ന മദ്ബഹായിൽ ശുശ്രൂഷിക്കുന്ന ചെറുപ്പക്കാരായ നിങ്ങൾ എങ്ങനെയൊക്കെ ഈ ആരാധനയിൽ പങ്കെടുക്കണം, നിഷ്കളങ്ക മാർഗത്തിൽ ജീവിക്കുവാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം, നമ്മുടെ കൂദാശകളിലും മറ്റാരാധനാ കാര്യങ്ങളിലും പങ്കെടുക്കുമ്പോൾ അതിൻ്റെ അനുഷ്ഠാനങ്ങളിൽ ഏതെല്ലാം മര്യാദകൾ പാലിക്കണം എന്നിങ്ങനെയുള്ള വിവിധങ്ങളായ കാര്യങ്ങളാണ് ഈ 3 ദിവസത്തെ ക്യാമ്പിൽ ഇവിടെ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കപ്പെടുന്നത്. ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ പരിശുദ്ധ ബാവ തിരുമേനി എത്തിച്ചേരും എന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഇന്ന് രാത്രിയിൽ അദ്ദേഹത്തിന് അമേരിക്കയിലേക്ക് യാത്ര ചെയ്യേണ്ടതുള്ളത് കൊണ്ട് അവസാന നിമിഷത്തിൽ ഈ പ്രോഗ്രാം ക്യാൻസൽ ചെയ്യുകയായിരുന്നു. എങ്കിലും തിരുമേനിയുടെ പ്രാർത്ഥനയും തിരുമേനിയുടെ നേതൃത്വവും ഒക്കെ ഈ സംഘടനയോട് ഒത്തുണ്ട് എന്നുള്ളത് സന്തോഷകരമായി ഓർമ്മിപ്പിക്കട്ടെ. നമ്മുടെ ഈ സംഘടനയ്ക്ക് നേതൃത്വം നൽകുന്ന തിരുമേനിയും മറ്റു 3 വന്യ തിരുമേനിമാരും ഇവിടെ എത്തിയിരിക്കുന്നത്
നമ്മയൊക്കെ വളരെ ആഹ്ലാദിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. പരിശുദ്ധ എപ്പിസ്കോപ്പൽ സിനോദോസിന്റെ ഏറ്റവും സീനിയർ മെമ്പറായ അഭിവന്യ തോമസ് മാർ അത്താനാസിയോസ് തിരുമേനി ഈ സംഘടനയെ എക്കാലവും സ്നേഹിച്ചിട്ടുള്ള ഒരു പിതാവാണ്. മദ്ബഹ ശുശ്രൂഷകർ ശ്രദ്ധിക്കേണ്ട സംഗതികൾ ഈ സമീപകാലത്ത് ആദ്യമായി അച്ചടിച്ച് എല്ലാ പള്ളികളിൽ എത്തിക്കുകയും ഈ സംഘടനയ്ക്ക് ഒരു അടുക്കും ചിട്ടയും വരുത്തുവാൻ തക്കവണ്ണം വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്ത വന്യ തിരുമേനി ഈ ക്യാമ്പിന്റെ സമാപന സമ്മേളനത്തിൽ എത്തിച്ചേരും എന്നാണ് നേരത്തെ നോട്ടീസിൽ പറഞ്ഞിരുന്നത്. എങ്കിലും പരിശുദ്ധ ബാവാ തിരുമേനി മനസ്സിന്റെ അസാന്നിധ്യം കൊണ്ട് വന്യ തിരുമേനി ഇന്ന് തന്നെ എത്തിച്ചേരണം എന്ന് താല്പര്യപ്പെടുകയായിരുന്നു. അദ്ദേഹം ഞങ്ങളുടെ ഈ താല്പര്യത്തെ മാനിക്കുകയും ഇവിടെ എത്തിച്ചേരുകയും ചെയ്തത് അങ്ങേയറ്റം സന്തോഷകരമായ ഒരു സംഗതിയാണ്. വന്യ തിരുമേനിയെ ഈ സംഘടനയുടെ നാമത്തിലും വന്നുചേർന്നിരിക്കുന്ന എല്ലാ മദ്ബഹ ശുശ്രൂഷകളുടെ നാമത്തിലും ഈ യോഗത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമുക്ക് മുഖ്യ പ്രഭാഷണം നടത്തി നമ്മെ അനുഗ്രഹിക്കാം എന്ന് സമ്മതിച്ചിരിക്കുന്നത് മലങ്കര സഭയുടെ സ്വർണ്ണനാവുകാരനായ അഭിവന്യ ഡോക്ടർ യൂഹാനോൻ മാർ ക്രിസോസ്റ്റമസ് മെത്രാപ്പോലീത്ത തിരുമേനിയാണ്. വളരെ തിരക്ക് പിടിച്ച ഒരു ദിവസമായിരുന്നു നമ്മുടെ തിരുമേനിമാർക്കൊക്കെ ഇന്ന് എന്നുള്ളത് പലർക്കും അറിയാം. വിവാഹ കൂദാശകൾ അതുപോലെ പട്ടംകൊട ശുശ്രൂഷകളൊക്കെ ഈ അവധിക്കാലത്ത് ദിനംതോറും നടന്നു വരികയാണ്. ഈ തിരക്കിനിടയിലും ഇന്ന് ഉച്ച കഴിഞ്ഞ് ഒരു വിവാഹ കൂദാശ അതിന് പ്രധാന കാർമ്മികത്വം വഹിച്ചിട്ടാണ് കല്ലൂപ്പാറ പള്ളിയിൽ നിന്ന് വന്യ തിരുമേനി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. പഠനം പൂർത്തിയാക്കിയ ബഹുമാനപ്പെട്ട അനൂപ് വർഗീസ് മാസ്റ്ററിന്റെ വിവാഹം 2:30 മണിക്ക് കല്ലൂപ്പാറ പള്ളിയിൽ ആരംഭിച്ച് ആ കൂദാശ പൂർത്തിയാക്കി പെട്ടെന്ന് ഇവിടേക്ക് എത്തിച്ചേരുകയായിരുന്നു. അഭിവന്യ തിരുമേനി ഭദ്രാസന മെത്രാപ്പൊലീത്തയാണ്, മിഷൻ ബോർഡിന്റെ പ്രസിഡന്റാണ്, സഭയുടെ കാതോലിക്ക തിരുപ്പിരിവിന്റെ പ്രധാന ചുമതലക്കാരനാണ്. അങ്ങനെ ഈ സഭയ്ക്ക് വളരെ ശക്തമായ നേതൃത്വം നൽകുന്ന അഭിവന്യ യൂഹാനോൻ മാർ ക്രിസോസ്റ്റമസ് തിരുമേനിയെ ഈ യോഗത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമുക്ക് വീണ്ടും കിട്ടിയ ഒരു സൗഭാഗ്യമാണ് അഭിവന്യ അലക്സിയോസ് മാർ യൗസേബിയോസ് മെത്രാപ്പൊലീത്തായുടെ സാന്നിധ്യം. അദ്ദേഹം മെത്രാപ്പൊലീത്ത ആയതിനു ശേഷം കൂടുതൽ സമയവും തന്റെ ചുമതലയിൽപ്പെട്ട അമേരിക്കയിലെ സൗത്ത് വെസ്റ്റ് ഭദ്രാസനത്തിലാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഒരാഴ്ചത്തേക്ക് നാട്ടിലേക്ക് വന്നതാണ്. തിരുമേനിയോട് ഈ മീറ്റിങ്ങിനെ പറ്റി പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ഞാനത് സംബന്ധിച്ചിട്ട് പോകാം എന്ന് സമ്മതിക്കുകയായിരുന്നു. തിരുമേനിയും ഈ രാത്രിയിൽ തന്നെ അമേരിക്കയ്ക്ക് മടങ്ങി പോകേണ്ടതായിട്ടുള്ള ഒരു വ്യക്തിയാണ്. നാഗപ്പൂർ സെന്റ് തോമസ് ഓർത്തഡോക്സ് സെമിനാരിയുടെ ബർസാറായി ദീർഘകാലം സേവനമനുഷ്ഠിച്ച തിരുമേനി അമേരിക്കൻ സൗത്ത് വെസ്റ്റ് ഭദ്രാസനത്തിന് മാതൃകാപരമായ നേതൃത്വമാണ് നൽകി വരുന്നത്. സമീപകാലത്ത് ഹ്യൂസ്റ്റണില് 100 ഏക്കർ വരുന്ന ഒരു സ്ഥലം, മനോഹരമായ കെട്ടിടങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു സ്ഥലം തന്റെ ഭദ്രാസന കേന്ദ്രമായി വാങ്ങുകയും അവിടെ വേണ്ട വികസന പ്രവർത്തനങ്ങൾ നടത്തി വരികയും ചെയ്യുകയാണ്. അമേരിക്കയിൽ വളർന്നു വരുന്ന യുവതലമുറയിൽപ്പെട്ട കുട്ടികൾ ഇപ്പോൾ നമ്മുടെ ആരാധനാ ഗീതങ്ങളൊക്കെ മലയാളത്തിലെ അതേ ട്യൂണിൽ തന്നെ ഇംഗ്ലീഷിൽ ആലപിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ള ശ്രേഷ്ഠമായ ഒരു സംഗതിയാണ്. ആശയം ഒട്ടും തന്നെ കൈവിടാതെ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് ഈ പ്രാർത്ഥനകളൊക്കെ തർജ്ജമ ചെയ്യപ്പെട്ടിട്ട് വളരെ കാലങ്ങളായി. എന്നാൽ അത് ഗീതരൂപത്തിലായി ഈ കഴിഞ്ഞ കഷ്ടാനുഭവി ആഴ്ച മിക്കവാറും പള്ളികളിൽ, പ്രത്യേകിച്ചും സൗത്ത് വെസ്റ്റ് ഭദ്രാസനത്തിന്റെ ഇടവകളില് ചെറുപ്പക്കാര്
ദുഃഖവെള്ളിയാഴ്ച പോലെയുള്ള നമസ്കാരങ്ങൾ പൂർണ്ണമായും ഇംഗ്ലീഷിൽ പോലും നടത്തത്തക്ക വിധം പ്രാപ്തരായിരിക്കുകയാണ്. ശക്തമായ നേതൃത്വം ഇളം തലമുറയ്ക്ക് നൽകുന്ന വന്യ തിരുമേനി അഖിലമലങ്കര ശുശ്രൂഷക സംഘത്തിന്റെ ബാഹ്യ കേരള ചാപ്റ്ററിന്റെ പ്രധാന ചുമതലക്കാരനായിരുന്നു ഒരു കാലത്ത്. തിരുമേനിയുടെ ഈ സംഘടനയോടുള്ള സ്നേഹവും കരുതലും ഒക്കെ മാനിക്കുകയും ഇവിടെ വന്നു ചേർന്നതിലുള്ള സന്തോഷം അറിയിക്കുകയും ചെയ്യും. നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് തിരുമേനിയുടെ പേര് ആദ്യമേ പറയേണ്ടതാണ്. പ്രായത്തില് തിരുമേനി ഇളം തലമുറക്കാരനായതുകൊണ്ടും അവസാനം പറഞ്ഞാൽ പിണങ്ങുകയില്ല എന്നുള്ളത് കൊണ്ടുമാണ് ഞാൻ അവസാനത്തേക്ക് മാറ്റിവെച്ചത്. തിരുമേനി സംഘടനയുടെ ചുമതല ഏറ്റത് മുതൽ ഊണിലും ഉറക്കത്തിലും ഒക്കെ ഇതിനെപ്പറ്റിയുള്ള ചിന്തയാണ്. എങ്ങനെ നമ്മുടെ ആരാധനകൾ ഭംഗിയാക്കാം, എങ്ങനെ നമ്മുടെ മദ്ബഹാ ശുശ്രൂഷകരെ പരിപാകതയുള്ളവരാക്കി തീർക്കാം, അവർക്ക് വേണ്ടതായ ടെക്നിക്കൽ അഡ്വൈസസ് എങ്ങനെ കൊടുക്കാം, ഈ കാര്യങ്ങളിലൊക്കെ വളരെ വ്യാപൃതനായിരിക്കുന്ന തിരുമേനി വളരെയേറെ ദിവസങ്ങളായി ഈ ക്യാമ്പിനെ സംബന്ധിച്ചുള്ള ചിന്തയിലും അതിന്റെ ഉപദേശങ്ങൾ നൽകുന്ന പ്രക്രിയയിലുമായിരുന്നു. വന്നിയ തിരുമേനിയെ ഈ യോഗത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ യോഗത്തിൽ ആശംസകൾ അർപ്പിക്കുന്നത് പ്രധാനമായും രണ്ടുപേരാണ്. ഒന്ന് പരിമല സെമിനാരി മാനേജർ വന്നിയ ഔഗേൻ റമ്പാച്ചനാണ്. ഈ സംഘടനയുടെ പ്രത്യേക ഭാരവാഹിത്വം ഇല്ല എങ്കിൽ പോലും ഈ ക്യാമ്പിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ അതിന്റെ ആരംഭ ദശയിലായിരിക്കുമ്പോൾ മുതൽ എല്ലാ കമ്മിറ്റികളിലും പങ്കെടുക്കുകയും വേണ്ടതായ പ്രായോഗിക നിർദ്ദേശങ്ങൾ നൽകുകയും ഈ പരിമല സെമിനാരിയുടെ ഇതിനോടനുബന്ധമായ ഈ സ്ഥാപനങ്ങളുടെ ഇവിടെ പ്രവർത്തിക്കുന്ന പ്രവർത്തകരുടെ ഒക്കെ എല്ലാ തരത്തിലുമുള്ള സഹകരണം വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്ന വന്നിയ ഔഗേൻ റമ്പാച്ചനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളും. ഡോക്ടർ ഹോയി എം മുത്തൂറ്റ് അഖിലമലങ്കര ശുശ്രൂഷക സംഘത്തിന്റെ ട്രഷററാണ്. കഴിഞ്ഞ വർഷം വന്ന ആളുകൾ അദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഒരു വലിയ പ്രൈവറ്റ് ബാങ്ക് ശാഖയുടെ മേധാവിയാണ്. ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ബ്രാഞ്ചസ് ഉള്ള മുത്തൂറ്റ് ബാങ്കിന്റെ പ്രധാനപ്പെട്ട ചുമതലക്കാരനായ റോയി എം മുത്തൂറ്റ് ഈ സംഘടനയുടെ ട്രഷററായിരിക്കുന്നത് ഞങ്ങൾക്ക് അഭിമാനമാണ്. ഈ ക്യാമ്പിന്റെ തന്നെ പ്രധാന ചെലവുകളിൽ വലിയൊരു ഭാഗം അദ്ദേഹമാണ് സന്തോഷമായി ദാനം ചെയ്യാം എന്ന് സമ്മതിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷവും അങ്ങനെ അദ്ദേഹം ചെയ്യുകയുണ്ടായി. കഴിഞ്ഞ വർഷം അദ്ദേഹം ഇതുകൂടാതെ ഈ ക്യാമ്പിൽ വെച്ച് പറയുകയുണ്ടായി, ബികോം പാസ്സായ ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അപേക്ഷകൾ അയച്ചാൽ ഞാൻ ജോലിയും നൽകാം എന്ന് പറയുകയുണ്ടായി. അത്തരത്തിൽ സഭയെ സ്നേഹിക്കുകയും സഭയിലെ യുവാക്കന്മാരെ പ്രത്യേകിച്ചും മദ്ബഹാ ശുശ്രൂഷകരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ശ്രീമാൻ റോയി എം മുത്തൂറ്റിനെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളും. ശുശ്രൂഷക സംഘത്തിന്റെ ജനറൽ സെക്രട്ടറി, പത്തനംതിട്ട കാതോലിക്കറ്റ് കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്ത, അടൂർ സെന്റ് സിറിൽസ് കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്ത ബഹുമാനപ്പെട്ട പ്രൊഫസർ ബാബു വർഗീസ് സാറാണ്. ഒരു നിശബ്ദ സാന്നിധ്യമായി കർട്ടന് പിറകിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വലിയ വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ അത്യധ്വാനം ഈ മീറ്റിംഗിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഉണ്ട് എന്നുള്ളത് പറയട്ടെ. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യേണ്ട കാര്യമില്ല എങ്കിലും ഔപചാരികരുടെ പേരിൽ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യും. ഈ സംഘടനയുടെ പ്രധാനപ്പെട്ട രണ്ട് കോർഡിനേറ്റർമാരാണ് ബഹുമാനപ്പെട്ട മാത്യൂസ് ജോൺ മനയിൽ അച്ഛനും ബഹുമാനപ്പെട്ട ഷിബു കുര്യൻ അച്ഛൻ. മാത്യൂസ് ജോൺ മനയിൽ അച്ഛൻ കോട്ടയം ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരിയുടെ
പ്രധാന ലൈബ്രറിയനായി പ്രവർത്തിക്കുകയാണ്. അദ്ദേഹം ഈ സംഘടനയ്ക്ക് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ആശയങ്ങൾ കൊണ്ടുമൊക്കെ വളരെ നേതൃത്വം നൽകുന്നു. അദ്ദേഹത്തെ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടു. ബഹുമാനപ്പെട്ട ഷിബു കുര്യച്ചന് ഈ മീറ്റിംഗിൽ വന്നില്ലെങ്കിൽ ഞങ്ങൾ സംഘാടകർ പലപ്പോഴും അങ്കലാപ്പിലാകാറുണ്ട്. കാരണം ശുശ്രൂഷകൻ എന്നുള്ള മാസിക എല്ലാ ക്യാമ്പിലും ഇതുവരെ അദ്ദേഹം ചുമതല ഏറ്റിട്ട് നടന്നിരിക്കുന്ന എല്ലാ ക്യാമ്പിലും ആ ശുശ്രൂഷകൻ എന്ന മാസികയും കൊണ്ടാണ് അദ്ദേഹത്തിന്റെ വരവ്. ഇന്നും അദ്ദേഹം മൂവാറ്റുപുഴയിൽ നിന്ന് എത്തിച്ചേർന്നത് ഈ വർഷം നിങ്ങൾക്കെല്ലാം തരാനുള്ള ശുശ്രൂഷകൻ മാസികയുമായിട്ടാണ്. അതിന്റെ പിൻപില് അഹോരാത്രം അധ്വാനിക്കുന്ന ഷിബു അച്ഛനെ സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളും. ഈ മീറ്റിംഗിൽ വന്നുചേർന്നിരിക്കുന്ന വന്യരായ വൈദികരെ ആരുടെയും പേര് പ്രത്യേകിച്ച് എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാ വൈദികരെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ ക്യാമ്പിന്റെ വിവിധ കമ്മിറ്റികൾ പ്രവർത്തിച്ചു വരികയാണ്. നിങ്ങൾ വന്ന ഉടനെ രജിസ്ട്രേഷന്റെ ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു, റിസപ്ഷൻ കമ്മിറ്റി ഉണ്ട്, അക്കോമഡേഷൻ കമ്മിറ്റി ഉണ്ട്, ഫുഡ് കമ്മിറ്റി ഉണ്ട്. എല്ലാ കമ്മിറ്റികളും ഓരോ വൈദികന്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരികയാണ്. പലരും ആ പ്രവർത്തനങ്ങളിൽ ഇപ്പോ ജാഗരൂകരായിരിക്കുകയാണ്. ആ കമ്മിറ്റികളിൽപ്പെട്ട എല്ലാവരെയും, പ്രത്യേകിച്ച് ശുശ്രൂഷക സംഘത്തിന്റെ ഭദ്രാസന തലത്തിലുള്ള ചുമതലക്കാരെ, സോണൽ തലത്തിലുള്ള ചുമതലക്കാരെ, അഖിലമലങ്കര തലത്തിലുള്ള ചുമതലക്കാരെ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ മീറ്റിംഗിലേക്ക് കടന്നു വന്ന നിങ്ങളെ എല്ലാവരെയും ഇതിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ധാരാളം സമയം യാത്ര ചെയ്ത് വന്നവരുണ്ട്. തൃശൂർ ഭദ്രാസനത്തിൽ ബഹുമാനപ്പെട്ട അച്ഛന്റെ നേതൃത്വത്തിൽ ഒരു സംഘം എത്തിയിട്ടുണ്ട്. അങ്കമാലി ഭദ്രാസനത്തിൽ വന്നിട്ടുണ്ട്. കുന്നംകുളം ഭദ്രാസനത്തിൽ എത്തിയിട്ടുണ്ട്. ദീർഘദൂരം യാത്ര ചെയ്ത് വന്ന നിങ്ങളെ എല്ലാവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ബാംഗ്ലൂർ, സെക്കൻഡറാബാദ് മുതലായ സ്ഥലങ്ങളിൽ നിന്ന് ഇന്നലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നവരുണ്ട്. മദ്രാസ്, കോഴിക്കോട്, ഇന്ന് എറണാകുളം ജില്ലയിൽ ഹർത്താലായിരുന്നുകൊണ്ട് നമ്മുടെ ഏതാനും ചില വൈദികരും ഏതാനും ചില സുഹൃത്തുക്കളും ഇപ്പോൾ യാത്രാമധ്യത്തിലാണ്. വളരെ ക്ലേശങ്ങൾ സഹിച്ചാണ് അവരിവിടെ ഈ രാത്രിയിലോ നാളെ നേരം വെളുക്കുമ്പോഴോ എത്തിച്ചേരുന്നത്. അവരെല്ലാം ദൈവം തമ്പുരാൻ യാത്രയിൽ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വന്നിരിക്കുന്ന എല്ലാവരെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. അധ്യക്ഷ പ്രസംഗത്തിനായി അഭിനന്ദ ഡോക്ടർ മാത്യൂസ് തിരുമേനിയെ, പ്രസിഡന്റ് തിരുമേനിയെ സാദരം ക്ഷണിക്കുന്നു. പ്രിയക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ സീനിയർ മെത്രാപ്പോലീത്തായിരിക്കുന്ന തോമസ് മാർ അത്താനാസിസ് തിരുമേനി, മുഖ്യ പ്രഭാഷണം നടത്തുന്ന, കഴിഞ്ഞ വർഷവും നമ്മുടെ എല്ലാ പരിപാടികൾക്കും വേണ്ട കൈത്താങ്ങലുകൾ നൽകിയ അഭിനന്ദ യുഹാനന്മാർ സോസ്റ്റമസ് തിരുമേനി, അവിചാരിതമായിട്ടാണെങ്കിലും ഇതിൻ്റെ മുൻ പ്രവർത്തകനും അതുപോലെ തന്നെ അമേരിക്കൻ ഭദ്രാസനത്തിൻ്റെ ചുമതലയുള്ള അലക്സിയോസ് മാർ ഔസ്യബോസ് തിരുമേനി, പ്രിയപ്പെട്ട ഉദയൻ പ്രഭാഷൻ, OM മുത്തൂറ്റ്, ഈ സംഘടനയുടെ വൈസ് പ്രസിഡൻ്റായിരിക്കുന്ന റിജി മാത്യു അച്ഛൻ, അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി ബാബു വർഗീസാർ, വന്നിയ വൈദികരെ, ഞങ്ങളുടെ സന്തോഷവും കിരീടവുമായിരിക്കുന്ന മധുബായിലെ ശുശ്രൂഷകരെ, ഓരോ വർഷവും നിങ്ങളെ കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കണ്ടതിനേക്കാൾ കൂടുതൽ ആളുകൾ ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ ഈ കോൺഫറൻസിനെ കുറിച്ച് ചോദിക്കുകയും അതിൽ പങ്കെടുക്കുവാനായിട്ട് ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുന്നത് അത് കാണുമ്പോൾ കേൾക്കുമ്പോൾ അതിൻ്റെ പ്രവർത്തകരായ ഞങ്ങൾക്ക് വളരെ സന്തോഷവും ഉത്സാഹവും. നമ്മുടെ സഭയുടെ ആരാധനയുടെ നിർവഹണത്തിൽ വൈദികരോടൊപ്പം ഗണ്യമായ ഒരു സ്ഥാനം വഹിക്കുന്നവരാണ് മധുബായിലെ ശുശ്രൂഷകർ. ഈ പെരുന്നാളുകളൊക്കെ പോകുമ്പോൾ ഒരുപാട് പേരെ മധുബായിൽ കയറ്റുന്നതിന് ഇടയായിട്ടുണ്ട്. എന്നാൽ ചിലയിടത്തൊക്കെ
അതിന് വേണ്ടതായ പരിശീലനമില്ലാത്തതുകൊണ്ട് പലപ്പോഴും അതിന് വിപരീത ഫലങ്ങൾ ഉണ്ടാകുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിലും ഏറിയ ദേവാലയങ്ങളിലും ഇപ്പോൾ പ്രത്യേകിച്ച് ശുശ്രൂഷ സംഘത്തിൻ്റെ ചുമതലയിൽ എല്ലാ ആഴ്ചയും അവർ സമ്മേളിക്കുകയും അതിൻ്റെ വായനകളും പാട്ടുകളും ഒക്കെ ക്രമീകരിക്കുകയും ആരാധന കൂടുതൽ സുഖീയമാക്കുന്നതിന് വേണ്ട കൈത്താങ്ങലുകൾ വൈദികർക്ക് നൽകുകയും ചെയ്യുന്നത് ഈ അവസരം നന്ദിയോടെ ഓർക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നതിൽ ഏതാണ്ട് 75 കുഞ്ഞുങ്ങൾ അവിവാഹിത ജീവിതത്തിലേക്ക് ഞങ്ങൾ സമർപ്പിതരായി ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞ് എഴുതി തന്നു. ഏതാണ്ട് 100-ലധികം കുഞ്ഞുങ്ങൾ വൈദിക ശുശ്രൂഷയ്ക്ക് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് എഴുതി തന്നു. അത് ചിലരെയൊക്കെ പിന്നെയും ഒക്കെ കോണ്ടാക്ട് ചെയ്യാനും അത് അത്ര ഭംഗിയായിട്ട് അത് ചെയ്യുവാനായിട്ട് കഴിഞ്ഞ പ്രാവശ്യം സാധിച്ചില്ല. അങ്ങനെ സഭയുടെ ഭാവി വാഗ്ദാനങ്ങളായി സഭയുടെ നേതൃത്വത്തിൽ വിവിധ തലത്തിൽ ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം ആഗ്രഹമുള്ളവരുടെ ഒരു സംഘമാണ്. അത് യുവജന പ്രസ്ഥാനത്തിൻ്റെതോ ബാലസമാജത്തിൻ്റെയോ ഒക്കെ മീറ്റിങ്ങുകൾ കാണാത്ത വിധത്തിൽ ഒരേപോലെയുള്ള മനസ്സുള്ള ഒരു സംഘത്തെയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ആ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ കുഞ്ഞുങ്ങളെ സഭയുമായിട്ട് ആഴത്തിൽ ബന്ധപ്പെടുത്തുന്നതിനും അവരിൽ നിന്ന് നല്ല നേതാക്കന്മാരെ ഈ സഭയ്ക്ക് ലഭിക്കുന്നതിനും ഈ കോൺഫറൻസ് മുഖാന്തരമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരു കാലത്ത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ കോൺഫറൻസ് അന്നത്തെ നേതാക്കന്മാരുടെയൊക്കെ ജീവിതത്തെ സാരമായി സ്വാധീനിച്ചിട്ടുള്ള ഒരു ഇതായിരുന്നു. അങ്ങനെ നേതാക്കന്മാരെ കണ്ടുപിടിക്കുന്നതിനും അവർക്ക് സഭയുമായിട്ടുള്ളൊരു ബന്ധത്തിലും അതുപോലെ തന്നെ അവർ ഏർപ്പെടുന്ന മേഖലകളെക്കുറിച്ച്, ഇവിടെ ആരാധനയെക്കുറിച്ച്, കുർബാനയെക്കുറിച്ച്, കൂദാശകളെ സംബന്ധിച്ച് ഒക്കെ വിവിധ തരത്തിലുള്ള ക്ലാസ്സുകളിലൂടെ ഓരോ ഇടവകയിൽ നിന്നും പ്രാതിനിധ്യ സ്വഭാവത്തിൽ 1-2 പേരെ ഇവിടെ സമ്മേളിക്കുന്നുള്ളൂ. ഇവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന അറിവുകൾ നിങ്ങളുടെ ഇടവകകളിൽ പകർന്നു കൊടുക്കുകയും അങ്ങനെ ശുശ്രൂഷക സംഘത്തിൻ്റെ യൂണിറ്റ് എല്ലാ തലത്തിലും കൂടുതൽ ശക്തിപ്പെടുത്തുവാൻ ഇടയാകണം എന്ന് ആമുഖമായിട്ട് നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പ് വരെ പ്രധാന ശുശ്രൂഷകരും മതവായ ശുശ്രൂഷകരും എല്ലാം ഒന്നിച്ചുള്ളൊരു മീറ്റിംഗ് ആയിരുന്നു. അത് ഈ കഴിഞ്ഞ 2 വർഷം കൊണ്ടാണ് അതൊന്ന് ബൈഫർക്കേറ്റ് ചെയ്തിട്ട് പ്രധാന ശുശ്രൂഷകരെ മാത്രമായി കാണുന്നത്. പാമ്പാടിയിൽ വെച്ചും കുന്നംകുളത്ത് വെച്ചും ഓരോ മീറ്റിങ്ങുകൾ നടന്നു. വളരെ ഭംഗിയായി പ്രധാന ശുശ്രൂഷകർക്ക് വലിയൊരു ആവേശമാണ് ഞങ്ങൾക്ക് ഇങ്ങനൊന്ന് സമ്മേളിക്കുവാൻ ഒരു അവസരം ലഭിച്ചു എന്നുള്ളത്. പാമ്പാടിയിൽ 350 പേര് വന്നു. കുന്നംകുളത്ത് ഏതാണ്ട് 400-ലധികം ആളുകൾ വന്നു. പലരും ബസ്സൊക്കെ പിടിച്ചാണ് അവരെ വന്നത്. അപ്പോഴങ്ങനെ അവരെ ഒന്നിച്ച് കാണാനുള്ള ഒരു സമ്മേളനമുണ്ട്. അതുപോലെ തന്നെ മധുവായിലെ ശുശ്രൂഷയ്ക്കായിട്ട് പ്രത്യേകമായി വേർതിരിക്കപ്പെട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ഒരു സംഘമായിട്ട് അങ്ങനെ 2ആയിട്ടാണ് നമ്മുടെ കോൺഫറൻസുകൾ നടക്കുന്നത്. ഈ 2 കോൺഫറൻസും വളരെ ഉത്സാഹത്തോടെ അധികം ആളുകളുടെ പിന്തുണയോടെ നടക്കുന്നു എന്നുള്ള ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഇപ്രാവശ്യത്തെ നമ്മുടെ തീം നിഷ്കളങ്ക മാർഗത്തിൽ നടക്കുന്നവർ എന്നെ ശുശ്രൂഷിക്കും. അതുമായി നമ്മൾ മുകളിൽ നിൽക്കുമ്പോൾ, നമ്മൾ വായിക്കുമ്പോൾ, നമ്മൾ ആ ശുശ്രൂഷയുടെ ഓരോ ഭാഗമൊക്കെയാകുമ്പോൾ താഴെ നിൽക്കുന്ന വലിയൊരു ജനസഞ്ചയം നമ്മുടെ ഓരോ ചലനങ്ങളെയും നമ്മുടെ ഓരോ വാക്കുകളെയും സാഗൂതം ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ഓർക്കുവാനും അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പോടെ ദൈവ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞാൻ ദീർഘമായിട്ട് ഒന്നും സംസാരിക്കുന്നില്ല. ഇനി വരുന്ന സെഷൻസിലൊക്കെയും സംസാരിക്കുവാനുള്ള അവസരം ലഭിക്കുന്നുള്ളതുകൊണ്ട് സമയം ചുരുക്കമായതുകൊണ്ട് ഞാൻ കൂടുതൽ ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ല. അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ധനഹായുടെ ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു കുപ്പിയെക്കുറിച്ച് ഇപ്പോഴാണ് ഞാൻ എന്തിനാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പം ഞാൻ ചെല്ലുന്നിടത്തെല്ലാം ആളുകൾ തിരുമേനി കുപ്പിയായോ എന്ന് എന്നോട് ചോദിക്കാറുണ്ട്. ഡൽഹിയിൽ അതിൻ്റെ മോളിലൊക്കെ തയ്യാറാക്കിയെങ്കിലും അത് പൂർണ്ണമായും ഒരു വിജയത്തിലായിട്ടില്ല. അവർ പറഞ്ഞ തിരുമേനി ഒരു മാസം കൂടെ ഞങ്ങൾക്ക് തരണം, അതിന് ശ്വാസപ്പായും അതിൻ്റെ ക്രമീകരണങ്ങളും ഒക്കെ ചെയ്യാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. പലയിടത്തും ഇരിക്കുന്നത് പല വിധത്തിലുള്ള കുപ്പികളും ഒരു മടൽ കൊണ്ടോ കമ്പ് കൊണ്ടോ ഇട്ട് കുളിച്ചും ഒക്കെ അത് കുറച്ചുകൂടെ ഭംഗിയാക്കി കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹത്തിലാണത് പറഞ്ഞത്.
അപ്പോഴേ ബാബാതിരുമേനി തന്നെ പറഞ്ഞു, മൂറോൻ വെക്കുന്ന കുപ്പി വേണം, അതുപോലെ തന്നെ മൃതശരീരത്തിൽ തൈലം ഒഴിക്കാൻ ഉപയോഗിക്കുന്നിടത്തും മനോഹരമായൊരു കുപ്പി ഉണ്ടാകണം. ഇങ്ങനെ പല വിധത്തിലുള്ള ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെയും വരുന്ന വർഷങ്ങളിൽ നടക്കും എന്ന് പ്രത്യാശിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ്, നമ്മുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന റിജി മാത്യു അച്ഛൻ കേരളത്തിലെ കത്തോലിക്ക സഭ ഒഴിച്ചുള്ള എല്ലാ ക്രൈസ്തവ സഭകളുടെയും കൂട്ടായ്മയായ KCCയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ബഹുമാനമാണ്. അച്ഛന് ഈ എക്യുമെനിക്കൽ രംഗങ്ങളിലൊക്കെ അച്ഛൻ്റെ സ്വാധീനം ചെലുത്തുവാനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ അനേകം വൈദികരെ ഈ ഒരു മേഖലകളിലേക്ക് കൊണ്ടുവരുവാനുമൊക്കെ ഇടയാകുന്നു. അതുകൊണ്ട് നമ്മുടെ എല്ലാ വൈദിക സംഘത്തിൻ്റെ മുഴുവൻ ആദരവും അഭിനന്ദനവും അറിയിച്ചുകൊണ്ട് ഇപ്പോൾ അത്താനാസ് തിരുമേനി റിജി മാത്യു അച്ഛനെ ഈ സംഘത്തിൻ്റെ മുഴുവൻ ആശംസകളും അറിയിക്കുകയാണ്. നമ്മളൊരു ചെറിയ തുരുത്തായിട്ട് ഇരിക്കുവാനുള്ളതല്ല. സഭകൾ തമ്മിലുള്ള ബന്ധത്തിൽ ഒരുപാട് നമ്മൾ പുറകോട്ട് പോയിട്ടുണ്ട്. അത് കൂടുതൽ ഊഷ്മളമാക്കുവാനും സഭാതലത്തിലുള്ള ബന്ധങ്ങൾ കൂടുതൽ ശ്രേഷ്ഠതരമാക്കി തീർക്കുവാനും ഒക്കെ അച്ഛൻ്റെ പ്രവർത്തന കാലയളവിൽ സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ പ്രസിഡന്റ് നമ്മുടെ മുൻ പ്രസിഡൻ്റായിരുന്ന ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് തിരുമേനിയാണ്. അങ്ങനെ മലങ്കര സഭയ്ക്ക് ഒരു വലിയ ഒരു നേട്ടമാണ് പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും നമ്മുടെ സഭയിൽ നിന്ന് വന്നു എന്നുള്ളത് നമ്മെ സംബന്ധിച്ച് അഭിമാനകരമായ ഒരു കാര്യമാണ്. ഒരു പ്രത്യേകമായ അനുമോദനവും ആശംസകളും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇതുപോലെ തന്നെ ഞാനിങ്ങനെ വല്ല ആശയങ്ങളൊക്കെ പറയുന്നെങ്കിലും ഇതൊക്കെ കൂടുതൽ പ്രാവർത്തികമാക്കുന്നത് രജിയച്ചനും പാവൂറി സാറും അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന അനേകം വൈദികരും ശുശ്രൂഷക സംഘത്തിൻ്റെ പ്രവർത്തകരുമാണ്. അവരുടെയൊക്കെ കഠിനാധ്വാനമാണ് ഈ സമ്മേളനത്തിൻ്റെ വിജയം. അവരെ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. കഴിഞ്ഞ 2-3 വർഷമായിട്ട് നമ്മൾ ശുശ്രൂഷകരെന്നുള്ള മാസിക ഓരോ മീറ്റിങ്ങിലും നമ്മൾ പ്രകാശനം ചെയ്യുന്നുണ്ട്. ഷിബു കുര്യൻ അച്ഛൻ അതിൻ്റെ പ്രവർത്തനത്തിൽ ആയിരുന്നു. എല്ലാ കാര്യങ്ങളും വളരെ ശുഷ്കാന്തിയോടെ അച്ഛൻ ചെയ്യുന്നു. അതിൻ്റെയും പ്രവർത്തനം തീർന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അധികം താമസിക്കാതെ ഇതിൻ്റെ കോപ്പികൾ ലഭ്യമാകും. അങ്ങനെ ഇതിൻ്റെ പ്രവർത്തകരെ എല്ലാവരെയും ദൈവസന്നിധിയിൽ സ്മരിക്കുന്നു. വളരെ ദൂരെ നിന്ന് മലങ്കര സഭയുടെ ഒരു പ്രോസെക്ഷനാണ് ഞാനിത് കാണുന്നത്. ബാഹ്യകേരള മദ്രാസിൽ നിന്ന് അധികം പേരില്ലെങ്കിലും മലങ്കര സഭയുടെ വിവിധ ദേവാലയങ്ങളിൽ ഭാവിയിൽ വലിയ നേതാക്കന്മാരാകുവാൻ സാധ്യതയുള്ള ഒരു വലിയ ജനസഞ്ചയമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ കൂടിയിരിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഈ ഒരു കോൺഫറൻസ് അനുഗ്രഹകരമായി തീരട്ടെ, എല്ലാ വിധത്തിലും ഇതിൻ്റെ പ്രവർത്തകർക്ക് സന്തോഷിക്കുവാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം കൂടെ ഉപസംഹരിക്കുകയാണ്. ദൈവതമ്പുരാൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ഉദ്ഘാടന നിർവഹിക്കുവാനായിട്ട് അഭിനന്ദ തോമസ് മാർത്താനോസ് മെത്രാപ്പൊലീത്തയെ സാദരം ക്ഷണിക്കുകയാണ്. തിരി തെളിച്ചതിന് ശേഷം ഉദ്ഘാടന പ്രസംഗം നടത്തുന്നതുമായിരിക്കും.
എല്ലാവരെയും ഇരിക്കാം. ഉദ്ഘാടന പ്രസംഗത്തിനായിട്ട് അഭിനയെ സാദരം ക്ഷണിക്കുന്നു. അഖില മലങ്കര ഓർത്തഡോക്സ് ശുശ്രൂഷ സംഘത്തിൻ്റെ പ്രസിഡന്റ്, ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനുമായ എൻ്റെ സഹോദരൻ ഡോക്ടർ മാത്യൂസ് മാർ തീമോത്തിയോസ് മെത്രാപ്പൊലീത്ത തിരുമേനി, സഹോദര മെത്രാപ്പൊലീത്തന്മാരെ, വേദിയിൽ ഉപസാരിക്കുന്ന ഇതിൻ്റെ ചുമതലക്കാരെ, വൈദിക ശ്രേഷ്ഠരെ, മലങ്കര സഭയുടെ വിവിധ ഇടപെടൽ നടന്നു വന്നിട്ടുള്ള ശുശ്രൂഷകരെ, സുഹൃത്തുക്കളെ, അഖില മലങ്കര ഓർത്തഡോക്സ് ശുശ്രൂഷ സംഘത്തിൻ്റെ ഈ വർഷത്തെ വാർഷിക ക്യാമ്പ് ഇന്നോഗ്രേറ്റ് ചെയ്യുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഈ മേഖലയിൽ വളരെ കൂടുതൽ ശ്രദ്ധയോടെ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഒരു വൈദികനായി പ്രവർത്തിക്കുന്ന അവസരത്തിലും അതിനുശേഷം 1985 മുതൽ ചെങ്ങന്നൂർ ഭദ്രാസനത്തിനെ ചുമതല ഏറ്റെടുത്ത അവസരത്തിലും ഒക്കെയും ഞാൻ കൂടുതൽ ഊന്നൽ കൊടുത്തതായ മേഖല കുഞ്ഞുങ്ങളുടെ ഇടയിലെ പ്രവർത്തനമാണ്. അതുപോലെ തന്നെ ശിശുക്കളുടെ ഇടയിലെ പ്രവർത്തനം. ഒരു സമൂഹത്തിൻ്റെ ആരോഗ്യം എവിടെ നിൽക്കുന്നുവെന്ന് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ആ സമൂഹം യുവജനങ്ങളുടെ ഇടയിൽ എന്തുമാത്രം പ്രവർത്തിക്കുന്നു എന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി എന്നുള്ളതാണ് എൻ്റെ കണ്ടുപിടുത്തം. അതുകൊണ്ട് 85-ൽ ഞാൻ മെത്രാപ്പൊലീത്തായി ചെങ്ങന്നൂർ ഭദ്രാസനം വന്നതിന് ശേഷം ആദ്യമായിട്ട് നൂതനമായൊരു പദ്ധതി ഞാൻ ആവിഷ്കരിച്ചത് ഡിസംബർ മാസം ആദ്യത്തെ ഞായറാഴ്ച യോഹന്നാൻ റബ്ബാനയുടെ ജന്മപ്പെരുന്നാൾ ആഘോഷിക്കുന്ന ദിവസം ഞാനെൻ്റെ ഭദ്രാസനത്തിൽ ഒരു കൽപ്പന അയച്ചു. ഈ ദിവസം ഭദ്രാസനം ശിശുതരുമായിട്ട് ആചരിക്കണം എന്ന് പറഞ്ഞു. അന്നത്തെ വേദവായന ഭാഗത്തിലെ ഒരു ഭാഗം ഇതാണ്: ഈ പൈതൽ പക്ഷേ ആരായിത്തീര എന്നുള്ളൊരു ഭാഗം. ഞാൻ വികാരിയായിരുന്ന അവസരത്തിലും ഒക്കെയും ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് അന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. നമ്മുടെ മുമ്പിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ ആരായിത്തീരുമെന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു കൺസേൺ മുതിർന്ന തലമുറയ്ക്കുണ്ടാകണം എന്ന് ഞാൻ അന്ന് മുതൽ മനസ്സിൽ കരുതിയിരുന്നൊരു ചിന്തയായിരുന്നു. വളരെ ഭംഗിയായി ചെങ്ങന്നൂർ ഭദ്രാസനത്തിൽ ഈ പ്രവർത്തനം 1985 ഡിസംബർ മാസത്തിൽ നടക്കുകയുണ്ടായി. അതിന് ഏതാനും ആഴ്ചകൾക്ക് ശേഷം അന്നത്തെ കാതോലിക്ക ബാവായിരുന്ന മാത്യൂസ് പ്രഥമൻ ബാവാതിരി എൻ്റെ ഭദ്രാസനത്തിലെ ഏതോ ഒരു പള്ളി സന്ദർശിച്ച അവസരത്തിൽ അബദ്ധവശാൽ ഈ കൽപ്പന കാണുന്നതിനിടയായി. അദ്ദേഹം അതിൻ്റെ ആശയം മനസ്സിൽ കരുതി ഫെബ്രുവരി മാസത്തിൽ പരിശുദ്ധ സുന്നതവും കൂടിയ അവസരത്തിൽ അദ്ദേഹം തന്നെ ഈ വിഷയം അവതരിപ്പിച്ചാണ് ഇന്ന് സഭയാകമാനം ഡിസംബർ മാസത്തെ ആദ്യത്തെ സൺഡേ ശിശുക്കളുടെ ദിനമായിട്ട് ആചരിക്കാൻ ഇടയായത്. അതുപോലെ തന്നെ ശുശ്രൂഷകരും അവർക്ക് പ്രത്യേകമായ ചില ഡയറക്ഷൻസ് ലഭിച്ച് മധുവായി പ്രവേശിച്ച് കാണാനാണ് ഞാൻ ആഗ്രഹിച്ചത്. അതുകൊണ്ട് 1987 മുതൽ ഞാൻ ശുശ്രൂഷകർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ ഒരു കൽപ്പന മുഖേന കൊടുക്കുകയുണ്ടായി. 97-ൽ ഞാനത് റിവൈസ് ചെയ്ത് ഒരു കൽപ്പന ഇറക്കി. അത് ദിദിമോസ് ബാവാതിനെ കണ്ട് ചുനോദൽ ചർച്ച ചെയ്തതിന് ശേഷമാണ് ഇതിനൊരു ചില അടുക്കും ചിട്ടയും ഉണ്ടാകത്തക്കവണ്ണം ഒരു കൽപ്പന പോയെന്നുള്ളതിൽ ഞാൻ അഭിമാനപൂർവ്വം ചിന്തിക്കുന്നു. നമ്മുടെ ആരാധനയെ പോലെ മനോഹരമായിട്ടുള്ള ആരാധന വേറെ ആർക്കുമില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പല ആരാധനകളിലും ഞാൻ പങ്കെടുക്കുന്നതിനായിട്ട് ഇടയായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ആരാധനയെ പോലെ വികലമായി നടക്കുന്ന ഒരു ആരാധനയും ഈ ലോകത്തിൽ
ആദ്യം എങ്ങനെ നമ്മുടെ ആരാധന മനോഹരമാക്കാൻ സാധിക്കും എന്നുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ശുശ്രൂഷകർക്ക് വേണ്ടി ഞാൻ ചില നിർദ്ദേശങ്ങൾ നൽകി ഒരു കൽപ്പന ഇറക്കിയത്. മധുവായിൽ നിൽക്കുന്ന ശുശ്രൂഷകരെ അലക്ഷ്യമായി നിൽക്കുകയും മധുവായിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയും ചെയ്തു കഴിഞ്ഞാൽ താഴെ നിൽക്കുന്നവർ നോക്കുന്ന സമയത്ത് എന്തുമാത്രം അതിനെക്കുറിച്ച് ചിന്തിക്കും എന്നുള്ളതിനെ മനസ്സിലാക്കാം. അതുകൊണ്ട് ചില നിബന്ധനകൾ ഞാൻ കൊടുത്തിരിക്കുന്നതിൽ ഒന്ന്, പഴയ നിയമം വായിക്കാൻ തുടങ്ങുന്നുള്ളതിൻ്റെ ശുശ്രൂഷകളെല്ലാം മധുവായി പ്രവേശിക്കരുത്. ഞാൻ നിർബന്ധമായിട്ട് ഞങ്ങളുടെ ഉണ്ടാക്കുന്നതിൽ ആഘോഷങ്ങൾ കാര്യമാണ്. അവിടെ വന്നു കഴിഞ്ഞാൽ എരിയ കൊടുക്കുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഓടുന്നതല്ലാതെ ആ സമയത്ത് അവരൊന്നും ചെയ്യുന്നില്ല എന്ന് സത്യം. അവരവിടെ നമസ്കാര സമയത്ത് എവിടെ നിന്നോ അവിടെ തന്നെ ഇരുന്ന് വായിക്കുന്ന വേദഭാഗം കേൾക്കണം. ഇത് ബൈബിൾ സ്റ്റഡിക്കുള്ള ഒരു സമയം കൂടെയായിരുന്നു അധിക സഭയിൽ. ഇന്നിപ്പോൾ അതെല്ലാം മറന്നു കഴിഞ്ഞിട്ട് ഏതാണ്ടൊക്കെ നമ്മൾ കാട്ടിക്കൂട്ടിക്കുന്നു എന്നുള്ളതാണ് സത്യം. 10 ശുശ്രൂഷകർ പൊതുവായിട്ടുണ്ടെങ്കിൽ 7 പേര് ചേർന്നതിലേക്ക് 3 പേര് അപ്പുറത്തോട്ട് പോയതിലായി. താഴെ നിന്ന് നോക്കുമ്പോഴേ ഇതിൻ്റെ വൃത്തികൾ മനസ്സിലാകുന്നുള്ളൂ. അതുകൊണ്ട് ഈ കാര്യത്തിലൊക്കെയും ഞാൻ കൃത്യമായിട്ട് നിർദ്ദേശങ്ങൾ നൽകുന്നു. 8ാം ക്ലാസ് കഴിഞ്ഞെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ 8ാം ക്ലാസ്സിലെങ്കിലും പഠിക്കുന്നതിൽ മാത്രമേ ഞാൻ മധുവായിൽ പ്രവേശിപ്പിക്കാറുള്ളൂ. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ എല്ലാ മാസവും സെക്കൻഡ് സാറ്റർഡേ ബഥേലിൽ വിളിച്ചു വരുത്തി അവർക്ക് ക്ലാസ് എടുക്കുന്ന രീതിയുണ്ട്. അങ്ങനെ വൈദ്യുതി ഞാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഏതെങ്കിലും കാരണവശാൽ അന്ന് അവിടെ ഉണ്ടെങ്കിൽ ഞാൻ ആ ക്ലാസ് എടുക്കുകയും ചെയ്യാറുണ്ട്. അവർക്ക് ഞാൻ സർട്ടിഫിക്കറ്റ് കൊടുക്കും. അതിൻ്റെ അവസാനത്തെ വാചകം ഇതാണ്: ഹി ഈസ് ഹിയർബൈ ഓതറൈസ്ഡ് ടു സെർവ് ആസ് ആൻ ഓർഡർ അസിസ്റ്റന്റ് എന്നുള്ളൊരു സർട്ടിഫിക്കറ്റും ചെങ്ങന്നൂർ ഭദ്രാസനത്തിലെ ശുശ്രൂഷ കൊടുക്കുന്ന പാരമ്പര്യമുണ്ട് എന്ന് ഓർപ്പിക്കട്ടെ. നമ്മുടെ ആരാധന എങ്ങനെ മനോഹരമാക്കാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. പലപ്പോഴും നാം വളരെ എക്കണോമിക്കലാവുന്നുണ്ട് എന്നുള്ളൊരു ചിന്തയാണ് എൻ്റെ മനസ്സിലുള്ളത്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് 1989 ഞാൻ മെത്രാപ്പൊലീത്തയായതിനു ശേഷം ആദ്യം അമേരിക്ക സന്ദർശിച്ച അവസരത്തിൽ കാനഡ സന്ദർശിച്ചു. ആ അവസരത്തിൽ എഡ്മണ്ടിലെ നമ്മുടെ ഇടവക ഞാൻ സന്ദർശിക്കുന്ന അവസരത്തിൽ ഈ അടുത്ത കാലത്ത് കാലം ചെയ്ത കോപ്റ്റിക് സഭയുടെ പരമാധ്യക്ഷനായ പോപ്പ് ഷിനൂഡ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം വന്നത് എഡ്മണ്ടനിൽ കോപ്റ്റിക് സഭ സ്ഥാപിച്ച അവരുടെ ദേവാലയത്തിന് കൂദാശയ്ക്ക് വേണ്ടിയായിരുന്നു. തലേ ദിവസം അവിടുത്തെ ആംഗ്ലിക്കൻ ബിഷപ്പ് അറേഞ്ച് ചെയ്ത ഡിന്നർ പാർട്ടിയിൽ വെച്ച് ഞാൻ അദ്ദേഹത്തെ കാണുന്നതിനിടയായി. ഞാൻ ഇന്ത്യയിലെ ഓർത്തഡോക്സ് സഭയിലെ ഒരു അംഗമാണെന്ന് അറിഞ്ഞ് കണ്ടപ്പോൾ ഞാൻ വളരെ താല്പര്യം പ്രകടിപ്പിച്ചു. എന്നോട് ചോദിച്ചു, ഡു യു ഹാവ് ഓൾ യുവർ വെസ്റ്റ്മെൻറ്റ്സ് വിത്ത് യു? ആർ യു ഓൾസോ ഇൻവൈറ്റഡ് ഫോർ ദ കോൺസെൻട്രേഷൻ ഓഫ് ദ ചർച്ച്? ഞാൻ യെസ് യുവർ ഹോളിനെസ്, യു കം വിത്ത് യുവർ വെസ്റ്റ്മെൻറ്റ്സ് ആൻഡ് ജോയിൻ മീ. പിറ്റേ ദിവസം ഞാനും ആ പള്ളി കൂദാശയിൽ അദ്ദേഹത്തോടൊപ്പം പങ്കെടുത്തു. അവരുടെ ബിഷപ്പുമാർ അവരുടെ വേഷം ധരിച്ച സമയത്ത് ഞാൻ എൻ്റെ കാപ്പയും വരച്ച് പങ്കെടുത്തു. അദ്ദേഹം ഒരു പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞിരുന്നാൽ ഉടനെ തന്നെ അടുത്ത ചാൻസ് എനിക്ക് വരുമായിരുന്നു. അദ്ദേഹം അവരുടെ ഭാഷയിൽ ചൊല്ലും. എനിക്ക് സംഭാഷണമാരാരെങ്കിലും ഇംഗ്ലീഷിലുള്ള ഭാഗം കാണിക്കുകയും ഞാനങ്ങനെ ആ കുർബാനയിൽ പങ്കെടുക്കുന്നത് നോക്കുന്നു. അവിടെ ഞാൻ ശ്രദ്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ സഭയുമായിട്ട് തട്ടിച്ചു നോക്കുന്ന അവസരത്തിൽ അവിടെ അഭിഷേകം ചെയ്ത് ത്രോണോക്ക് അഭിഷേകം ചെയ്യാൻ പോവാം. നമ്മൾ സാധാരണ ചെയ്ത് തിരുവേലിമാർക്ക് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാകും. ഒരു പഞ്ഞിയിൽ ഇത്ര 100 ഒരു വര വരിക്കും. അവിടെ ഞാൻ അവിടെ കണ്ടത് ഒരു തടത്തോളം 100 ഈ ത്രോണോക്കിൻ്റെ മധ്യഭാഗത്തെ പൊടിച്ചു. ഞങ്ങൾ എല്ലാം കൂടെ ചേർന്നാണ് ആ 100 കൊണ്ട് ത്രോണോക്കിന് അഭിഷേകം ചെയ്ത് നേരിട്ട് കണ്ട ഒരാളാണ്. അത് പങ്കെടുത്ത ഒരാളാണ് ഞാൻ. അതിനുശേഷം ഞാൻ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, കുർബാന തുടങ്ങാനായ അവസരത്തിൽ ഒരു ഷെമ്മാക്കൻ വലിയൊരു വല്ലക്കോട്ട അവിടെ വെച്ച് കുർബാനയാക്കുവാനായിട്ട് പടിഞ്ഞാറ് പോകുന്നു. അദ്ദേഹം നമസ്കാരമേശ്വരോട് മാറി നിന്നിട്ട് മുഴുവൻ അപ്പം എടുത്ത് പരിശോധിച്ചതിന് ശേഷം ഒരപ്പം എടുത്ത് മെത്രാപ്പൊലീത്ത ത്രോണത്തെ വെക്കാൻ. അത് കഴിഞ്ഞ് വീഞ്ഞ് കൊണ്ടുപോകും. ഞാൻ അദ്ദേഹത്തിന് വലത്തോട്ട് ഇപ്പം അദ്ദേഹം മണപ്പിച്ചു കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞ് മണപ്പിക്കാൻ പറ്റും. ഞാനും മണപ്പിച്ചു. വേറെ 3ാമത് ബിഷപ്പ് 3 പേര് സർട്ടിഫൈ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ വീഞ്ഞായിട്ട് ഉപയോഗിക്കാൻ. അപ്പം നമ്മളും തിയോളജി സെമിനാറിലൊക്കെ പഠിപ്പിക്കും, സിലക്ഷൻ ഓഫ് എലിമെൻറ്റ്സ് വളരെ കെയർഫുള്ളായിട്ട് നടക്കണമെന്ന് പറയാറുണ്ട്.
ഉണ്ടായിരുന്നെങ്കിലും നമ്മുടെ സഭയെപ്പോലെ ഇത് തോന്നിയ പോലെ കാണിക്കുന്ന ഒരു സഭ വേറെ ഉണ്ടെങ്കിൽ തോന്നി. ഞാനൊരു പള്ളിയിൽ ഒരിക്കൽ പ്രധാന ചൊല്ലി അപ്പം ഓണം നോക്കിയ സമയത്ത് ഇരിക്കുന്ന അതിനകത്തൊരു ഓണം വന്നിട്ടുണ്ട്. എങ്ങനെ വന്നായിരുന്നു നാം കാല് വന്നിട്ടായിരുന്നു കുറച്ച് അല്ലെ തലേന്ന് പൊടിഞ്ഞു പോകാനായിരിക്കും. വളരെ കെയർലെസ് ആയിട്ട് കിടക്കുന്ന രീതിയാണ്. പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, പ്രധാനമില്ല കഴിഞ്ഞ സമയത്ത് അദ്ദേഹം എന്നെ അടുക്ക വിളിച്ച് കഴിഞ്ഞിട്ട് ഈ വന്ന അധികം വന്ന അപ്പത്തിൽ ഒരു 3-4 ഉണ്ടായിട്ടാണ് 5-6 കൂടെ വന്നവർക്ക് കൊടുക്കാൻ പറഞ്ഞു. നമുക്കും ആ പാരമ്പര്യമുണ്ട്. ബ്രുക്സ നമ്മൾ എത്രയാണ് കൊടുക്കുന്നത്? കണ്ണി കരണ്ടിൻ്റെ ഇത്ര അവിടെ ഒരാൾക്ക് വയറ് നിറയാൻ തക്കവണ്ണമുള്ള കൊടുക്കത്ത കൊണ്ടുള്ള അപ്പം അദ്ദേഹം എൻ്റെ കഴിഞ്ഞു. ഞാൻ ഇങ്ങോട്ട് വന്ന മലയാളി ഓർത്തഡോക്സ് ഞാൻ നമുക്ക് ഈ പാരമ്പര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും പല കാര്യങ്ങളും നമ്മൾ നഷ്ടപ്പെടുന്നതിനുള്ളൊരു സത്യം മാത്രം. ഇതിൻ്റെ ചുമതല ഏറ്റെടുത്തതിന് ശേഷം ചില ഏകീകരണങ്ങളൊക്കെ വരുത്താൻ ശ്രമിക്കുന്ന ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ. ധനഹാവരണം എടുക്കുന്നതിനുള്ള കുപ്പിയെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞല്ലോ, ഇതിനു മുമ്പ് തന്നെ ഞാൻ ആഗ്രഹിച്ചൊരു കാര്യമാണ്. ഭാവാദികളെ അതിനെക്കുറിച്ച് പറഞ്ഞു ഞാൻ അതിനുവേണ്ടി ഒരു ശ്രമം നടത്തുകയും ചെയ്തു. അലംബിക് എന്ന് പറയുന്ന ഒരു വലിയ കമ്പനിയുണ്ട് മെറോഡായിൽ, അലംബിക് കെമിക്കൽ വർക്ക്. അവർക്കൊരു ക്ലാസ് വായിച്ചിട്ടുണ്ട്. അതിൻ്റെ മാനേജിങ് ഡയറക്ടറുടെ മകന് ഞാനവിടെ വിദ്യാർത്ഥിയായിരിക്കുന്ന അവസരത്തിൽ ഞാൻ ക്ലാസ്സിൽ 5ാം ക്ലാസ്സിൽ ഞാൻ ട്യൂഷൻ എടുത്തു. അതുകൊണ്ട് ആ കുടുംബമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ടായിരുന്നുകൊണ്ട് എനിക്ക് തോന്നി ഇവരെ ഒന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ള 100 അവർക്ക് അതിൻ്റെ ക്ലാസ് വർക്കാണ്. അതുപോലെ തന്നെ സൈറ്റിന് ഓരോ കുപ്പിയൊക്കെ ഉണ്ടാക്കണം. അത് സഭയുടെ പേരൊക്കെ അതിൽ കുത്തി ഉണ്ടാക്കണം എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അൺഫോർച്യുനേറ്റ്ലി അവനിപ്പോൾ ഓസ്ട്രേലിയയായി. ഞാനത് വീട്ടിൽ ചെല്ലുകയൊക്കെ ചെയ്തു. അപ്പോൾ ആ വിധത്തിലുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. നമ്മുടെ ഓരോ പള്ളിയിലും കടന്നു ചെന്നാൽ 100 കുപ്പിക്കുന്ന കുപ്പിക്ക് പല ടൈപ്പാണ്, പല നിറമാണ്. എന്തുകൊണ്ട് ഇതിനൊരു ഐക്യരൂപം ഉണ്ടാക്കിക്കൂടാ എന്നുള്ള ചിന്ത കുറേ വർഷങ്ങളായിട്ട് എൻ്റെ മനസ്സിലുണ്ട് എന്ന് ഞാൻ ഓർമ്മിച്ച് പോയി മാത്രമേ ഉള്ളൂ. തിമോത്തിയോസിക്കാർക്കൊക്കെ ശ്രദ്ധിക്കുന്നത് കാണുമ്പോൾ വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കാലത്ത് നൂതനങ്ങളായിട്ടുള്ള സഭയുടെ പാരമ്പര്യത്തിന് വ്യതിചരിക്കാതെ നല്ല നല്ല കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് ഇടയാകട്ടെ എന്ന് ആശംസിച്ച് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ശുശ്രൂഷകരിൽ നിന്ന് ഇതുവരെ വന്ന് കഴിഞ്ഞ പ്രാവശ്യം 75ഓളം ആളുകൾ അവിവാഹിത പട്ടക്കാരാകാൻ ആഗ്രഹിക്കുന്നത് എഴുതി കൊടുക്കുന്നതാണ് എനിക്ക് സന്തോഷം തോന്നി. നൂതനമായിട്ടുള്ള ഒരു കാൽവയ്പാണ് ഈ കാണുകയും മാർത്തോമാ സഭയുടെ ഈ വളർച്ചയുടെ പ്രധാന കാരണം എന്താണെന്ന് ആർക്കും അറിയാമോ? മാർത്തോമാ സഭയുടെ ഒരു കാലത്തെ മെത്രാപ്പൊലീത്തായിരുന്ന ഏബ്രഹാം മാർത്തോമ എൻ്റെ കുടുംബത്തിൻ്റെ ഒരു ബ്രാഞ്ചാണ് മാരേട്ടുകാർ. അവിടെ എനിക്ക് നല്ലവണ്ണം അറിയാൻ സാധിക്കും. അദ്ദേഹം അവരുടെ റോഡിങ് ഹോമിലൊക്കെയും ചെന്ന് താമസിച്ച് കുഞ്ഞുങ്ങളോടൊക്കെയും സംസാരിച്ച് കഴിഞ്ഞ് പോരുന്നത് അവർക്ക് ചോദിക്കും, ആർക്കൊക്കെ അച്ഛനാകാൻ ആഗ്രഹമുണ്ട്? കുറേ പിള്ളേർക്ക് കൈവക്കും. അവരുടെ അഡ്രസ്സൊക്കെ പഠിച്ചു വെക്കും. പിന്നെ റെഗുലറായിട്ട് കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് സഭയുടെ പരമാധ്യക്ഷൻ്റെ എഴുത്ത് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അത് അട്രാക്ട് ചെയ്യത്തില്ലേ? അങ്ങനെ കടഞ്ഞെടുത്തുണ്ടാക്കിയിട്ടുള്ള കുറേ വൈദികരാണ് മാർത്തോമാ സഭയ്ക്ക് ഇന്നത്തെ ആ ഒരു നിലയും വരെയും ഉണ്ടാക്കുന്നുള്ളത് എനിക്ക് നേരിട്ടറിയാവുന്ന ഒരു വസ്തുതയാണ്. തിരുവേദി മേഖലയിലൊക്കെയും ശ്രദ്ധിക്കുന്നുള്ളതിൽ എനിക്ക് വളരെ സന്തോഷം. മധുവായിലെ ശുശ്രൂഷയ്ക്ക് വൈദികത്തിനായിട്ട് വെറുതെക്കുള്ളതിലും ഒരു സംവിധാനം എൻ്റെ ഭദ്രാസനമുണ്ട്. ഞാൻ അഭിമാനം ഓർക്കുകയാണ്. അതിൻ്റെ പേരാണ് ദൈവവിളി സംഘം. 5ാം ക്ലാസ് മുതൽ മുകളിലേക്ക് പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആ സംഘത്തിൽ വരാനും സാധിക്കും. അതിന് ഞാനൊരു വൈദികന് ചുമതല കൊടുത്തിട്ടുണ്ട്. എല്ലാ മാസവും ഒരു ദിവസം നമ്മൾ ഒരുമിച്ച് കൂടി പല കാര്യങ്ങളും ചർച്ച ചെയ്യുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവരെ ഞാൻ ടൂർ വിട്ടിട്ടുണ്ട്. പഴയ സെമിനാരി സഭയുടെ അതുപോലെ സ്ഥാപനങ്ങളൊക്കെ കാണുന്നതിനായിട്ട് ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്. കുറേ കുഞ്ഞുങ്ങളൊക്കെ അങ്ങനെ വന്നിട്ടുള്ളവരാണ് എൻ്റെ ഇപ്പോഴത്തെ വൈദികർ മുഴുവൻ. ഇപ്പോൾ റോമിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ഫെലിക്സ് യോഹന്നാനച്ഛൻ മുമ്പിൽ വന്ന് കുത്തിയിരുന്ന് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് ഞാൻ ഇന്ന് ഓർക്കുന്നു. അപ്പോൾ ആ വൈദിക സംഘത്തിൽ നിന്ന് ദൈവവിളി സംഘത്തിൽ നിന്ന് അനേകം വൈദികരെ സ്വന്തം ഉല്ലാസത്തിൽ ആവുന്നു എന്ന് അഭിമാനപൂർവ്വം ഞാൻ ഓർത്തു പോവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ സഭയാകമാനം ഇതിനെക്കുറിച്ച് ഒരു കരുതലുണ്ടാകണം, ചിന്തയുണ്ടാകണം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. ബാബാദൽ ബെൻസുണ്ടായിരുന്നു ഇന്നത്തെ യോഗം ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത്. അദ്ദേഹം ഇന്ന് രാത്രി അമേരിക്കയിലേക്ക് പോകുന്നതിനുള്ളതുകൊണ്ട് എന്നെ ക്ഷണിച്ചു. എനിക്ക് വളരെ താല്പര്യമുള്ള ഒരു സംഘടനയാണ് ഈ അഖില മലങ്കര ഓർത്തഡോക്സ് ശുശ്രൂഷ സംഘം എന്ന് പറയുന്നത്. ഇതിൻ്റെ അടിസ്ഥാനമിട്ടത് ഞാനാണെന്ന് പറഞ്ഞാൽ ഈ പ്രശ്നത്തിൽ പോകുന്നില്ല. ഞാനാണെന്ന് ചില
അടിസ്ഥാന പ്രമാണങ്ങളൊക്കെ ഉണ്ടാക്കി കൽപ്പനയാക്കിയാണ് സഭയിൽ ഇറക്കുക എന്നുള്ളത് ഞാൻ എപ്പോഴും അഭിമാനത്തോടെ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഓർക്കുന്ന കാര്യമാണ്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് എനിക്ക് അവസരത്തിന് കൃത്യമായിട്ട് മുന്നേ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഈ വർഷത്തെ 2014 വാർഷിക ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യാൻ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ദൈവ തിരുനാമത്തിന് മഹത്വം. അഭിനന്ദരായ പിതാക്കന്മാരെ, ആമോസിൻ്റെ കേന്ദ്ര ഭാരവാഹികളെ, കർത്താവിൽ വാത്സല്യമുള്ളവർ, കഴിഞ്ഞ വർഷവും ഇതുപോലെ ഈ സമ്മേളനത്തിൽ സംബന്ധിക്കാൻ ഒരു അവസരം കിട്ടി. ആമോസിൻ്റെ ഒരു നല്ല ഹാൻഡ് ബാഗ് കിട്ടി. ഇപ്പോഴും ഞാനതാ ദിവസവും ഉപയോഗിക്കുന്നത്. ഇപ്രാവശ്യം ഞാൻ വന്നപ്പം ആദ്യം ധരിക്കുന്നത് ഇപ്രാവശ്യം എന്തോ കിട്ടുമെന്നായിരുന്നു. പക്ഷേ ഒന്നും ഇല്ലെന്നുള്ള നിരാശാകരമായ ഒരു മറുപടിയാണ്. ഏറെ സന്തോഷമുണ്ട്. അഭിനന്ദനായ തീമോത്തിയോസ് തിരുമേനിയുടെ നേതൃത്വത്തിൽ റജിയച്ചൻ്റെയും ബാബു വർഗീസ് സാറിൻ്റെയും മറ്റ് ഭാരവാഹികളുടെയൊക്കെ അക്ഷീണ പരിശ്രമത്തിൽ ഇത് വളരെ ശക്തി പ്രാപിച്ച് ക്രമീകരണമായി നടന്നു വരുന്നു എന്നുള്ളത്. ഞാനൊരു 2-3 ചെറിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് വിഷയത്തിലേക്ക് വരാനായിട്ടാണ് പോകുന്നത്. ഒരു ഇട ദിവസം കുർബാനയ്ക്ക് ഒരു പള്ളിയിൽ ചെന്നു. അപ്പോൾ ആ ശുശ്രൂഷയിൽ സംബന്ധിക്കത്തക്കവണ്ണം വന്ന് മുമ്പിൽ നിൽക്കുന്ന ഒരാൾ അതിനോട് ഞാൻ പറഞ്ഞു, മോനെ, നീ ഈ ശുശ്രൂഷയിൽ ഉണ്ടെങ്കിൽ ഞാൻ ഇന്ന് കുർബാന ചൊല്ലുന്നില്ല, അച്ഛൻ തന്നെ ചൊല്ലിക്കൊണ്ട്. ആ ആളിൻ്റെ വേഷവും തലമുടിയും എല്ലാം ഒരു വെള്ളം കണ്ടിട്ടുള്ള പാൻറ്റാണോ എന്നെനിക്കറിയത്തില്ല. ഒരു ടീഷർട്ട്, അതിൻ്റെ മുമ്പിൽ ഒരു നീളം വലിയ പടവും, മുടി ഒക്കെ അലക്ഷ്യമായിട്ട് കിടക്കുന്നു. ഏതായാലും അച്ഛൻ പറഞ്ഞതുകൊണ്ട് ആ ചെറുപ്പക്കാരൻ പോയി ചുരുങ്ങിയ സമയം കൊണ്ട് നല്ല അന്തസ്സായിട്ട് വേഷം ഒക്കെ ഇട്ടുകൊണ്ട് വരികയും ശുശ്രൂഷയിൽ സംബന്ധിക്കുകയും ചെയ്തു. മറ്റൊന്ന്, മധുവായി കയറി കഴിഞ്ഞാൽ ഉള്ള തിരുമേനി എന്ന് പറയും. ഇപ്പം പെരുന്നാൾ സീസണിൽ ചെല്ലുന്ന പള്ളികളൊക്കെ എത്ര പേര് വീതമാണ് മധുവായിൽ കയറുന്നത്. ഇന്ന് കഴിഞ്ഞ ദിവസം അവിടെ ചെന്നപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചു, വെച്ചാൽ കുറഞ്ഞ പക്ഷം ആ കുട്ടികൾക്ക് 12 വയസ്സെങ്കിലും ആയോ എന്ന് എനിക്ക് ചോദിക്കേണ്ടി വരും. സീനിയർ മെമ്പർ കയറാൻ നിൽപ്പുണ്ട്, പോക്കറ്റിൽ മൊബൈൽ ഇങ്ങനെ ഞാനും കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാര്യം കുറച്ചുകൂടി ഗൗരവപൂർവ്വം എടുക്കണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. മധുവായിൽ കയറാൻ വരുന്ന, ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത് ഈ ജീൻസും ടീഷർട്ടും ഇട്ടുകൊണ്ട് വരുന്നവരെ കഴിവതും താഴെ തന്നെ നിർത്തുകയുള്ളൂ. കാരണം നമുക്ക് ആ കാര്യത്തെക്കുറിച്ച് ഒരു ഗൗരവപൂർവമായ ഒരു തിരിച്ചറിവ് ആ കാര്യത്തിൽ ഉണ്ടാകണം എന്നോർപ്പിക്കുന്നു. മധുവായിൽ കയറി കഴിഞ്ഞ് ധൂപക്കുറ്റി വീശുമ്പോൾ ഒരു 7-8 കാപ്പയെങ്കിലും തീ വീഴാത്ത കാപ്പയില്ല. കാരണം ഫാൻ ഇല്ലാതെ ഇപ്പം നമുക്ക് മധുവായിൽ കാലാവസ്ഥയുടെ വ്യതിയാനം കൊണ്ട് നിൽക്കാൻ പറ്റില്ല. പക്ഷേ ഈ ധൂപക്കുറ്റി വീശുന്നവരെ കറക്റ്റ് ആ ഫാനിന് മുമ്പിൽ വന്ന് വളരെ ഭംഗിയായിട്ട് വീശും. തീ പറക്കുന്നതൊന്നും അവർക്ക് വിഷയമില്ല. രണ്ടാമത് ഞാൻ ഓർപ്പിക്കുന്നത്, ഒരല്പം കോമൺ സെൻസ് നമ്മളൊന്ന് ഉപയോഗിച്ചാൽ ഇതുപോലെയുള്ള ഒരുപാട് അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. മൂന്നാമത്, ഈ സമയബന്ധിതമായി കാര്യങ്ങളൊക്കെ പങ്കാളികൾ ആകുക എന്നുള്ളത്. എപ്പോഴെങ്കിലും വരിക, എങ്ങനെയെങ്കിലും വരിക, പിന്നെ എങ്ങനെയെങ്കിലും ഒരു കുപ്പായം വലിച്ചു വാരി ഇടുക. വേറൊരിടത്ത് ഞാൻ ഒരാളോട് ചോദിച്ചു, ഈ കുപ്പായം ആണ്ടിലൊരു 2-3 പ്രാവശ്യമെങ്കിലും വന്ന് കഴുകണമേ എന്ന് ഞാൻ വളരെ വിനയപൂർവ്വം പറയുന്നുണ്ട്. പിന്നെ ഒരു ഗുണമുണ്ട്, ഈ കുന്തിരിക്കത്തിൻ്റെ മണം ഉള്ളത് കൊണ്ട് പിന്നെ അനസ്തേഷ്യയുടെ അവസ്ഥ ഉണ്ടാകുകയില്ല. കുന്തിരിക്കത്തിൻ്റെ മണം ഉള്ളതുകൊണ്ട് അതുകൊണ്ട് ഈ കാര്യങ്ങൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഞാൻ വളരെ സ്നേഹപൂർവ്വം നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ട്
ഈ ചിന്താവിഷയവുമായിട്ട് നിഷ്കളങ്കതയിൽ നടക്കുന്നവൻ എന്നെ ശുശ്രൂഷിക്കും. അപ്പോൾ നാം ചെയ്യുന്ന ഒരു ശുശ്രൂഷ അതൊരു ദൈവീക ശുശ്രൂഷയും ദൈവപ്രസാദകരമായ ശുശ്രൂഷയും ആയിത്തീരണമെങ്കിൽ നമ്മുടെ ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ച് മതിയാകുള്ളൂ. നിഷ്കളങ്കതയിലുള്ള നമ്മുടെ നടപ്പ്. നമ്മുടെ കർത്താവിൻ്റെ ഉയർപ്പ് പെരുന്നാൾ കഴിഞ്ഞിട്ട് 3 ആഴ്ച കഴിഞ്ഞതേ ഉള്ളല്ലോ. ഈ ഈസ്റ്ററിൻ്റെ സമയത്ത് ഞാൻ നാട്ടിൽ ഉണ്ടായിരുന്നില്ല. എല്ലാ ഞായറാഴ്ചകളിലും കഴിവതും ലഭ്യമാകുന്ന എല്ലാ പത്രങ്ങളുടെയും സപ്ലിമെൻ്റ് ഞാൻ അരിച്ചു പെറുക്കി നോക്കുന്ന ഒരാളാണ്. പക്ഷെ സിനിമയുടെ കോളം അതിന് മെനക്കെടാറില്ല. ഈസ്റ്ററിൻ്റെ സമയത്ത് ഞാൻ നാട്ടിൽ ഇല്ലാതിരുന്നത് കൊണ്ട് ഈസ്റ്ററിനോടനുബന്ധിച്ചുള്ള വാരാന്ത്യ പതിപ്പിലെ ഒരു ഈസ്റ്റർ സന്ദേശം ഞാനത് കഴിഞ്ഞുള്ള ദിവസങ്ങൾ ആണ് വായിച്ചത്. കത്തോലിക്ക സഭയിലെ ഒരു ബിഷപ്പ് യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തെ അടിസ്ഥാനപ്പെടുത്തി അദ്ദേഹം എഴുതിയ ലേഖനത്തിൽ എന്നെ ചിന്തിപ്പിച്ചു എന്ന് പറഞ്ഞാൽ പോരാ, എന്നെ വളരെ വേദനിപ്പിച്ച 3 ഉദ്ധരണികൾ ഉണ്ടായിരുന്നു. ആ 3 നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് എൻ്റെ ദൗത്യം പൂർത്തിയാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തത്, നീഷെ എന്ന് പറയുന്ന ലോകപ്രസിദ്ധനായ ഒരു നിരീശ്വരവാദി, ജർമ്മൻ ഫിലോസഫർ. അദ്ദേഹം ക്രിസ്ത്യാനികളെ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തിയ ഒരു പ്രഖ്യാപനമാണ്. നീഷെ പറഞ്ഞു, I shall believe in the resurrection of Christ if I see a transformation in Christians. നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായി കാണും. ക്രിസ്ത്യാനികളിൽ ഒരു രൂപാന്തരം, ഒരു വ്യതിയാനം, ഒരു മാറ്റം, ഒരു പരിവർത്തനം കാണുകയാണെങ്കിൽ ഞാൻ യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൽ ഞാൻ വിശ്വസിക്കും. മധുഹായിൽ ശുശ്രൂഷിക്കുന്ന ദൈവത്തിൻ്റെ സിംഹാസനത്തോടും ബലിപീഠത്തോടും കൂടുതൽ അടുത്തു നിൽക്കുന്ന നമ്മിൽ താഴെ നിന്ന് ആരാധന കാണുകയോ സംബന്ധിക്കുകയോ ചെയ്തതിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും എന്ത് വ്യത്യാസങ്ങൾ കാണുമായിരിക്കും, വ്യത്യാസങ്ങൾ കാണുമായിരിക്കും. പക്ഷേ രൂപാന്തരത്തിൻ്റെ ആത്മീക വളർച്ചയുടെ വ്യതിയാനമുണ്ട്. അതുകൊണ്ട് ശുശ്രൂഷക ജീവിതം എന്നുള്ളത് it should be or must be a life of difference. വ്യത്യസ്തതയുടെ ഒരു ജീവിതമായിരിക്കണം. ഇപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ ആയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ചെറുതും വലുതുമായിട്ടുള്ള ചിന്തകള്, ചെയ്തികള്, പ്രബോധനങ്ങൾക്കൊക്കെ വലിയ ലോകവ്യാപകമായ സ്വീകരണം അതിന് ലഭിക്കുന്നുണ്ട്. അതിന് വലിയ അംഗീകാരം ലഭിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങളിൽ അദ്ദേഹം കഴിഞ്ഞ മാർപ്പാപ്പമാരിൽ നിന്ന് വ്യത്യസ്തതയുടെ ചെയ്തികളും ചിന്തകളും സമീപനങ്ങളും പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൽ നിന്നുണ്ടായപ്പോൾ ലോകം അത് ശ്രദ്ധിക്കുകയുണ്ടായി. തെരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ ഭാരതത്തിൽ പലതുണ്ടായിരുന്നുവെങ്കിലും ചിലരൊക്കെ അതിൻ്റെ പ്രധാന സ്ഥാനത്ത് വന്നപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇത്രയൊക്കെയുള്ള അധികാരങ്ങൾ ഉണ്ട് എന്നുള്ളത് ഭാരതവും ഒരുപക്ഷെ ലോകവും ശ്രദ്ധിച്ചു കാണും. ശുശ്രൂഷകർ ദൈവിക ശുശ്രൂഷയിൽ പ്രധാന ശുശ്രൂഷകരോട് ഒന്നിച്ച് ചേർന്ന് നിന്ന് അതിൽ പങ്കാളികൾ എന്ന് മാത്രമല്ല, അതിൻ്റെ അനുഗ്രഹകരമായ പൂർത്തീകരണത്തിന് പങ്കാളിത്തം വഹിക്കുന്ന
നമ്മിൽ മറ്റുള്ളവർക്ക് ഈ വ്യതിയാനത്തിൻ്റെ രൂപാന്തരത്തിൻ്റെ ദൈവികതയിലുള്ള മാറ്റത്തിൻ്റെ എന്ത് വ്യത്യാസം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു? മാവേലിക്കര സെൻറ് പോൾസ് മിഷൻ ട്രെയിനിങ് സെൻ്ററിൽ ഇപ്പോൾ 2 ആഴ്ചത്തെ ബൈബിൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുക. 5-ാം തീയതി തുടങ്ങി 17-ാം തീയതി തീരും. ഇപ്രാവശ്യം കുട്ടികൾ കുറവാ, 40ഓളം പേർ മാത്രമേ ഉള്ളൂ. ഏപ്രിൽ 30-ാം തീയതി മുതൽ മെയ് 4-ാം തീയതി വരെ ജൂനിയർ നാംസിൻ്റെ 5-ാം ക്ലാസ് മുതൽ 9-ാം ക്ലാസ് വരെ പഠിക്കുന്ന ക്ലാസ്സിലെ കുട്ടികൾക്കായിരുന്നു 40-നടുത്ത് കുട്ടികളുണ്ടായിരുന്നു. അതിൻ്റെ തുടക്ക ദിവസം ഏപ്രിൽ 30-ാം തീയതി വൈകിട്ട് സന്ധ്യാനമസ്കാരം കഴിഞ്ഞ് ആദ്യത്തെ ക്ലാസ് എൻ്റേതായിരുന്നു. അതിനൊരു വിഷയമുണ്ടായിരുന്നു, നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്ന വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 16-ാം വാക്യത്തിൻ്റെ 5-ാം അധ്യായം 16-ാം വാക്യം വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്നുള്ളത്. അപ്പോൾ അത്രയും ദൈർഘ്യമേറിയ വാക്യം കുട്ടികൾക്ക് പ്രയാസമായതുകൊണ്ട് അതിൻ്റെ അവസാന ഭാഗം മാത്രം ചിന്താവിഷയമായി എടുത്തു. നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഈ വിഷയ അവതരണ വേളയിൽ ഞാൻ കുട്ടികളോട് ഒരു ചോദ്യം ചോദിച്ചു. ആൺകുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ട്. മക്കളെ, കഴിഞ്ഞ 10 ദിവസത്തിനുള്ളിൽ നിങ്ങൾ പത്രത്തിൽ കൂടി വായിച്ചറിഞ്ഞതോ ടെലിവിഷനിൽ കൂടി വാർത്തയിൽ കൂടി നിങ്ങൾ അറിഞ്ഞതോ നിങ്ങളെ ദുഃഖിപ്പിച്ച സംഭവങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നവർക്ക് പറയാമെന്ന് പറഞ്ഞ് ഞാൻ നിർത്തി. കുട്ടികളല്ലേ, നിഷ്കളങ്കരല്ലേ, സമർത്ഥരല്ലേ, ഞാൻ പറഞ്ഞു തീരുകയും കുട്ടികൾ ഓരോന്നോരോന്ന് പറയാൻ തുടങ്ങി. ആൺകുട്ടികളും പെൺകുട്ടികളും പറഞ്ഞു. കുട്ടികൾ ഓരോന്ന് പറയും തോറും ഞാൻ അവരുടെ മുമ്പിൽ ലജ്ജിതനായി ഓരോന്ന് പറയുമ്പോഴും എൻ്റെ മുഖം താണ് അവരുടെ മുമ്പിൽ കുനിഞ്ഞ് പോവുകയായിരുന്നു. ക്രൈസ്തവ സമൂഹത്തിൽ ക്രൈസ്തവ നാമധാരികളും അതുപോലെയൊക്കെ ഉള്ള കുട്ടികൾ അതെല്ലാം തുറന്നു പറഞ്ഞു. ഞാൻ അതുപോലെ ഉള്ളതൊക്കെ എന്ന് പറഞ്ഞ് തൽക്കാലം ഞാനിതിൽ നിന്ന് പിന്മാറുന്നു. പക്ഷേ കുട്ടികൾക്ക് കളങ്കമില്ലാഞ്ഞതുകൊണ്ട് അതെല്ലാം അവർ പറഞ്ഞത്. നമുക്ക് വ്യതിയാനത്തിൻ്റെ വ്യത്യാസത്തിൻ്റെ ദൈവാത്മാവിൽ രൂപാന്തരപ്പെട്ടതിൻ്റെ അപ്പോൾ ഇവിടെ നിരീശ്വരവാദികൾക്ക് പോലും ക്രിസ്തീയ വിശ്വാസം ഉയർത്തെഴുന്നേറ്റ കർത്താവിൽ വിശ്വസിക്കാൻ തയ്യാറാണ്. എപ്പോഴാണ്? if they see a transformation in us. താഴെ നിന്ന് ആരാധനയിൽ സംബന്ധിക്കുന്നവർക്ക് നമ്മുടെ ജീവിതം അവർക്കൊരു ആത്മീയ വളർച്ചയ്ക്ക് ഒരു പ്രേരകമായി തീരണം. രണ്ടാമത്, ഈ ലേഖനത്തിൽ ബെർട്രാൻഡ് റസ്സൽ എന്ന് പറയുന്ന ഒരു ചിന്തകന്റെ വാക്കുകൾ ഉദ്ധരിക്കുന്നുണ്ട്. അത് ക്രിസ്ത്യാനികളെ അദ്ദേഹം വെല്ലുവിളിച്ചുകൊണ്ടാണ് പറയുന്നത്. യു ക്ലെയിം ടു ബി redeemed but not look redeemed. നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടവരാണെന്ന് നിങ്ങൾ വീരവാദം മുഴക്കുന്നുണ്ട്. യു ക്ലെയിം ടു ബി redeemed but not look redeemed. ആ വീണ്ടെടുക്കപ്പെട്ടവരെന്ന് നിങ്ങളെ കാണുമ്പോൾ തോന്നുന്നില്ല. ഞങ്ങൾ മധുവായിൽ ശുശ്രൂഷിക്കുന്നവരാണ്. മാലാഖമാരുടെ വേഷം വെള്ളവസ്ത്രം ധരിച്ചവരാണ്. ബലിപീഠത്തോട് അടുത്ത കാർമ്മികരോട് ചേർന്ന് നിൽക്കുന്നവരാണ്. നമുക്ക് ഒരുപാട് വീരവാദങ്ങൾ മുഴക്കാനായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ഉയർത്തിക്കാട്ടിക്കാൻ പറയാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. But are we really look redeemed? നമ്മൾ ആ വീണ്ടെടുക്കപ്പെട്ടവരാണ് എന്ന് മറ്റുള്ളവർക്ക് ബോധ്യമാകുന്നുണ്ടോ? മറ്റുള്ളവർക്ക് നാം വീണ്ടെടുക്കപ്പെട്ടവരും ഈ ശുശ്രൂഷയ്ക്ക്, ഈ സ്ഥാനത്തിന്, ഈ സ്ഥലത്ത് നിൽക്കാൻ
ദൈവകൃപ പ്രാപിച്ചവരാണ് എന്ന് മറ്റുള്ളവർക്ക് നമ്മെ ബോധ്യപ്പെടുത്താൻ നിഷ്കളങ്കതയിൽ നടക്കുന്നവൻ എന്നെ ശുശ്രൂഷിക്കും. മൂന്നാമത്, ഈ ലേഖനത്തിൽ തോമസ് അക്വീനാസ് എന്ന് പറയുന്ന പ്രസിദ്ധ റോമൻ കാതലിക് ദൈവശാസ്ത്രജ്ഞന്റെ വാക്കുകൾ ആ ബിഷപ്പ് ഉദ്ധരിക്കുന്നുണ്ട്. The resurrected disciples are the proof and witness of the resurrection of the Lord. The resurrected disciples, ഉദ്ധിതരായ ശിഷ്യന്മാരാണ് യേശു ക്രിസ്തുവിന്റെ ഉത്ഥാനത്തിന്റെ the proof and the witness. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൽ നമ്മളെ മാമോദിസ ഒരു മരണവും ഒരു ഉയർപ്പുമാണെന്നാണ് പറയുന്നത്. ക്രിസ്തുവിന്റെ എല്ലാ ശിഷ്യന്മാരും ഈ ഉദ്ധിത അനുഭവത്തിൽ വരേണ്ടവരാണ്. അങ്ങനെ ഉദ്ധിത ക്രിസ്തുവിന്റെ അനുഭവത്തിൽ the resurrected disciples are the proof and the witness of the resurrection of the Lord. അപ്പോൾ ഒരു ശുശ്രൂഷയ്ക്ക് പ്രായം ഇട്ട് മധുവായി നിൽക്കുന്നു, ശുശ്രൂഷിക്കുന്നു എന്നുള്ളത് അത്ര നിസ്സാരമായ ഒരു കാര്യമല്ല. വളരെ ലാഘവത്തോടും അലസതയോടും അനാസ്ഥയോടും കാണുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യേണ്ട കാര്യവും അല്ല എന്ന് ഞാൻ ഓർമ്മിക്കുന്നു. കാലം ചെയ്ത പരിശുദ്ധ ബസേലിയോസ് മാത്യൂസ് ദ്വിതീയൻ ബാബ തിരുമേനി വൈദികരോടും വൈദിക സ്ഥാനികളോടും ഒക്കെ പറയാറുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ ഭക്തി ഇല്ലെങ്കിൽ പോലും നിങ്ങൾ ഭക്തി ഉള്ളവരാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടണമെന്നും, ഇല്ലെങ്കിൽ ആരാധനയെ സംബന്ധിക്കുന്നവരുടെ ഭക്തി ഉള്ളതുകൊണ്ട് നഷ്ടപ്പെടുമെന്നും തിരുമേനി പറയുന്നത് പല സന്ദർഭങ്ങളിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ അലസത, ഇൻഡിഫറൻസ്, നമ്മുടെ നിസ്സംഗത, ഈ കാര്യത്തിലൊക്കെയുള്ള നമ്മുടെ വിരസത, ചിലടത്ത് മധുവായി കയറുന്നവർ തമ്മിൽ കോമ്പറ്റീഷനാണ്. അത് പാട്ട് പാടാനുള്ള കോമ്പറ്റീഷനായാലും വായിക്കാനുള്ള കോമ്പറ്റീഷനായാലും ഇതെല്ലാം താഴെ നിൽക്കുന്ന ജനം കാണുന്നുണ്ട്. ഒരു സ്ഥലത്ത് ശുശ്രൂഷിക്കുന്നപ്പോൾ ആദ്യം മധുവായിലുള്ളവരുടെ വഴക്ക് തീർത്തിട്ടാണ് പിന്നെ ശുശ്രൂഷ തുടങ്ങേണ്ടി വന്നത്. അപ്പോൾ നമുക്ക് ഈ കാര്യത്തിൽ ഒരു സാക്ഷ്യം ഉണ്ടാകുന്നില്ല എങ്കിൽ, ഞാൻ പറഞ്ഞു വരുന്നത് ഈ 3 ചിന്തകന്മാരുടെ വാക്കുകൾ ഒരു ലേഖനത്തിൽ കണ്ടത് ഞാൻ വളരെ വിനയപൂർവ്വം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്, നമുക്ക് ഒരു സാക്ഷ്യമുള്ള ജീവിതം നയിക്കാനായിട്ട് ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ലെങ്കിൽ, നാം ദൈവസന്നിധിയിൽ ഏറ്റെടുത്ത് ചെയ്യുന്ന ഈ ശുശ്രൂഷയോട് വിശ്വസ്തത, നീതി പുലർത്താൻ നമുക്ക് കഴിയുമോ എന്നുള്ളത് ചിന്തിക്കും. ഈ കോൺഫറൻസിൽ സംബന്ധിച്ച് ഈ പുണ്യഭൂമിയിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് നിങ്ങളോട് തന്നെ ചോദിക്കണം, ഞാൻ ദൈവം മുൻപാകെ ഏറ്റെടുത്തിരിക്കുന്ന ഈ ശുശ്രൂഷയിൽ 100% വിശ്വസ്തതയും ഈ ശുശ്രൂഷയോട് നീതിയും പുലർത്താൻ എന്നെ കൊണ്ട് കഴിയുന്നുണ്ടോ എന്ന്. നിഷ്കളങ്കതയിൽ നടക്കുന്നവൻ സ്വരമാധുര്യമൊന്നുമല്ല, നല്ല ഭംഗിയായിട്ട് പാട്ടുപാടാൻ ഉള്ളതല്ല ദൈവം നോക്കുന്നത്. ഇതൊന്നുമല്ല ദൈവം ശ്രദ്ധിക്കുന്നത്. ദൈവം ശ്രദ്ധിക്കുന്നത് ഈ ശുശ്രൂഷയിൽ നിഷ്കളങ്ക മനോഭാവത്തോടെ ഉള്ള നമ്മുടെ പങ്കാളിത്തം. അതിന് നാം കൂടുതൽ ശ്രദ്ധിക്കുകയും ഊന്നൽ കൊടുക്കുകയും ചെയ്യണമേ എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നടത്തുന്നു. അടുത്തത് നമ്മുടെ ശുശ്രൂഷകന്റെ പ്രകാശനമാണ്. ഷിബു കുര്യനച്ചൻ ആ ശുശ്രൂഷകനെ പരിചയപ്പെടുത്തും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അഭിനന്ദ പിതാക്കന്മാരെ, മുന്നിലായ വൈദിക ശ്രേഷ്ഠരെ, നന്നായ പ്രമുഖരെ, ദേവാലയ ശുശ്രൂഷകരെ, സുഹൃത്തുക്കളെ, ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ വളരെ സന്തോഷത്തോടെ
ശുശ്രൂഷകൻ മാസികയുടെ 4-ാം വോളിയത്തിൻ്റെ പ്രഥമ കോപ്പി ഇന്നിവിടെ പ്രകാശനം ചെയ്യുവാനായിട്ട് സമർപ്പിക്കുകയാണ്. ഇപ്രാവശ്യവും ദൈവത്തിൻ്റെ ഒത്തിരി കൃപ ഉണ്ടായിരുന്നെന്ന് പറയാതിരിക്കാൻ തരമില്ല. കാരണം ഇത് ആരംഭം മുതൽ ഇത് പ്രിന്റ് ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ലയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ഹർത്താലായിരുന്നു. നമുക്കറിയാം, നേരത്തെയൊക്കെ പണി തുടങ്ങിയാലും ഏറ്റവും അവസാനത്തെ 2 ദിവസങ്ങളായി ഏറ്റവും പ്രധാനപ്പെട്ട പണികൾ നടക്കുന്നത്. കൃത്യം വന്നപ്പോൾ വെള്ളിയാഴ്ച ഹർത്താലായിപ്പോയി. ഇന്ന് എറണാകുളം ജില്ലയിൽ, ഞാൻ താമസിക്കുന്ന എറണാകുളം ജില്ലയിൽ ഹർത്താലായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്കായിരുന്നു ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും എന്ന് പറയുന്നത്. ഇന്നലെ ഞായറാഴ്ച അവധി ദിവസവും കൂടെയായിരുന്നു. എന്തായാലും ദൈവം ഒത്തിരി കൃപ ചൊരിഞ്ഞു. ഇന്നിവിടെ പ്രകാശം ചെയ്യുന്ന അക്കൗണ്ട് റെഡിയായിട്ടുണ്ട്. 2-3 കാര്യങ്ങൾ പ്രത്യേകമായിട്ട് പറയട്ടെ. ഒന്ന്, ഇതിലേക്ക് വൈവിധ്യം നിറഞ്ഞതായ ആർട്ടിക്കിൾസ് എന്ന എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. തിരുമേനി ഇത് തുടക്കം പോലെ പറഞ്ഞു, കൂടുതലും ഇത് അന്മായക്കാർക്ക് എഴുതുവാനായിട്ടുള്ള അവസരമായിട്ട്, പ്രത്യേകിച്ച് ദേവാലയ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് തങ്ങളുടെ രചനാ വൈഭവങ്ങൾ രേഖപ്പെടുത്താനുള്ള കോളമായിട്ട് മാറണം എന്നുള്ള താല്പര്യമുണ്ടായിരുന്നു. ഇപ്രാവശ്യം കൂടുതൽ അന്മായ പ്രമുഖർ അത് എഴുതിയിട്ടുണ്ടെന്ന് സന്തോഷപൂർവ്വം പറയുന്നു. നിങ്ങളുടെ രചനകൾ, നിങ്ങളുടെ ചെറുതും വലുതുമായ കവിതകളും ചെറിയ ചെറിയ കുറിപ്പുകളൊക്കെ തീർച്ചയായിട്ടും എപ്പോൾ വേണം നിങ്ങൾക്ക് ഇതിലേക്ക് അയക്കാവുന്നതാണ്. ബഹുമാനൻ്റെ ചീഫ് എഡിറ്റർ ബഹുമാനയുടെ അർജുൻ മാത്യൂസിൻ്റെ പേരിൽ സെമിനാറിലേക്ക് അയച്ചു കൊടുത്താൽ മതി. അത് സമയബന്ധിതമായി ഓരോ ഓഡിയോത്തിനും അത് ഉൾക്കൊള്ളുന്നതായിരിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൻ്റെ പ്രചാരകരായി മാറണം. ഇതിലെ ആർട്ടിക്കിൾസ് വായിക്കുവാനുള്ള സമയം, സന്ദർഭം കണ്ടെത്തണം. അതനുസരിച്ച് നമ്മുടെ ശുശ്രൂഷ മേഖലയിൽ അതിന് തിളക്കം ഉണ്ടാകണം. വളരെ വിനയത്തോടെ ദൈവം തങ്ങളെ വിളിച്ചിരിക്കുന്ന ആ ബോധ്യത്തിൽ അതിൽ തങ്ങളെ തന്നെ സമർപ്പിക്കാനുള്ള അവസരമായിട്ട് വേണം ഇതിനെ കാണുവാനായിട്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, എടുത്തു പറയട്ടെ, ഇതിൻ്റെ ഒരു പ്രവർത്തനത്തിൽ ഇതിൻ്റെ എഡിറ്റോറിയൽ ബോർഡുണ്ട്. അഭിനയ തിരുമേനി അധ്യക്ഷനായ ഇതിൻ്റെ എഡിറ്റോറിയൽ ബോർഡ് തരുന്നതായ പ്രവർത്തന സ്വാതന്ത്ര്യം അതെടുത്തു പറയാനുള്ള കാര്യമാണ്. അവരുടെ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾക്ക് സമയാസമയങ്ങൾ നൽകുന്നുണ്ട്. ഒപ്പം തന്നെ വളരെ ഉൾക്കാഴ്ചയോടെ പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യം തരുന്നത് നന്ദിയോടെ ഓർക്കുന്നു. അതുപോലെ തന്നെ ഇപ്രാവശ്യം ഇതിൻ്റെ പ്രിന്റിങ്ങിന് ആവശ്യമായ സാമ്പത്തിക സഹായം നൽകിയിരിക്കുന്നത് അങ്കമാലി ഭദ്രാസനമാണ്. ബഹുമാനപ്പെട്ട യാക്കോബ് തോമസ് അച്ഛനുള്ളതായ നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇതിൻ്റെ പ്രവർത്തനത്തിൽ മെയിലും നിങ്ങളുടെ ചെറിയ ചെറിയ കുറിപ്പുകളും നിങ്ങളുടെ എല്ലാ രചനകളെല്ലാം ഇതിലേക്ക് അയക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിൻ്റെ വൈവിധ്യമാണ് ആർട്ടിക്കിൾസ് എല്ലാം ഉൾക്കൊള്ളാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രാർത്ഥനയ്ക്കും പിന്തുണയ്ക്കും അഭിമുഖം തിരുമേനി നൽകുന്നതായ അംഗപഴഞ്ഞ പ്രോത്സാഹനത്തിലെല്ലാം ഹൃദയപൂർവ്വം നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ദൈവത്തിനെ നമിച്ചുകൊണ്ട് വളരെ സന്തോഷപൂർവ്വം സംഘർഷം ഈ 4-ാമത്തെ വോളിയം പ്രഥമ കോപ്പി പ്രകാശനം ചെയ്യുവാനായിട്ട് അഭിമന്യ തിരുമേനിയെ ഏൽപ്പിക്കുന്നു. നന്ദി. ശുഭേച്ഛൻ. കോപ്പി ഇപ്പോൾ പ്രസിഡന്റ് തിരുമേനി ജോസഫ് തിരുമേനിയെ ഏൽപ്പിച്ച് പ്രകാശനം ചെയ്യും. ായ മാത്യൂസ് തിരുമേനി, അധ്യക്ഷൻ റോയ് മക്കൂട്ട്, ബാബു വർഗീസ്, ശുഭു കുര്യനച്ചൻ, ശ്രേഷ്ഠവൈദികരെ, നഗരസഭയിലെ അനുഗ്രഹീതരായ ശുശ്രൂഷക സംഘാടനങ്ങൾ, ഇന്ന് ഔചാരികമായിട്ടാണെങ്കിലും ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുവാനും നിങ്ങളെ എല്ലാവരെയും കാണുവാനും പറ്റുന്നതിയായി വളരെയേറെ സന്തോഷമാണ്. റോജി മാത്യൂച്ചൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാൻ ഔട്ട്സൈഡ് കേരള ശുശ്രൂഷക സംഘത്തിൻ്റെ ചുമതല കുറച്ച് നാൾ വഹിക്കുവാൻ പോകുന്നത്. ഇതേപോലുള്ള കൊച്ചു മീറ്റിംഗ് സംബന്ധിക്കുവാനും എല്ലാവരെയും കാണുവാനുമായിട്ടൊക്കെ സൗകര്യം ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷം ദീർഘനാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ശുശ്രൂഷക സംഘത്തിൻ്റെ ഈ ഒരു വലിയ മീറ്റിങ്ങിൽ
സംബന്ധിക്കുവാൻ തക്കവണ്ണം ഇടയാണ്. സത്യത്തിൽ മലങ്കര സഭ എന്ന് മാത്രമല്ല എല്ലാ ഓർത്തഡോക്സ് സഭകളുടെ പൊതു സ്വഭാവം എന്ന് പറയുന്ന ഓൾ ദ ഓർത്തഡോക്സ് ചർച്ചസ് ആർ ലിറ്റർജിക്കൽ കമ്മ്യൂണിറ്റീസ് എന്നാണ് പറയുന്നത്. ഓർത്തഡോക്സ് സഭയെ പറ്റിയുള്ള പൊതു സ്വഭാവം ആരാധനാ സമൂഹം. എല്ലാ ഓർത്തഡോക്സ് സഭകളിലും ആരാധനയാണ് ഇതിൻ്റെ പ്രധാനമായ സ്വഭാവം തന്നെ. ആരാധനയുടെ ക്രമീകരണങ്ങളിൽ പങ്കാളിയാകുവാൻ തക്കവണ്ണമുള്ള ഒരു വിളിയാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ വിശുദ്ധിയും ക്രിസ്തോസ് തിരുമേനി പ്രസംഗിച്ചപ്പോൾ സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ ശുശ്രൂഷ കുപ്പായം തന്നെ മാലാഖമാരുടെ സ്വഭാവത്തെ സൂചിപ്പിക്കുന്നു. മാലാഖമാരുടെ വിശുദ്ധി നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. ഇന്നത്തെ തീം അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് പറയുന്നു. നിഷ്കളങ്കത അത് മാലാഖമാരുടെ സ്വഭാവത്തിൻ്റെ ശ്രേഷ്ഠമായ ഒരു ഗുണമാണ്. മാലാഖമാർക്ക് സമാനമായ ശുശ്രൂഷയാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ചുമതലകളിൽ ഒരു പ്രത്യേകതയുള്ളത്, സാധാരണ ഞാൻ ശുശ്രൂഷക്കാർക്ക് കൈവെപ്പ് കൊടുക്കുമ്പോൾ പറയാറുണ്ട്, ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ നിൽക്കുന്ന നേഴ്സിൻ്റെ ജാഗ്രത ഉണ്ടാകും. ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ നിൽക്കുന്ന ഒരു നേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ കീനായിട്ടാണ് ഡോക്ടർമാർ സർജൻ്റെ ഒരു ആംഗ്യം പോലും ശ്രദ്ധിക്കുന്നു. ഓപ്പറേഷൻ തിയേറ്ററിൽ പോയിട്ടുള്ളവർക്കറിയാം, സർജനൊന്നും ആവശ്യപ്പെടുകയില്ല, ഇന്നത് വേണമെന്ന് പേര് പറയത്തില്ല, ആംഗ്യം കാണിക്കുകയുള്ളൂ, നോക്കുകയുള്ളൂ. അപ്പോൾ നേഴ്സിനറിയാം എന്താ കൊടുക്കേണ്ടത്. മാത്രം ജാഗ്രതയോടെ വേണം കൈകാര്യം ചെയ്യാൻ. കാലം ചെയ്ത മാത്യു സ്ഥിതിയൻ ബാവയുടെ സമയത്ത് തിരുമേനി പറഞ്ഞു, അവിടെ നിന്ന് ശുശ്രൂഷക്കാരൻ പകുതി മയക്കത്തിലായിരിക്കും, അവരോട് പറഞ്ഞു തീവ്ര എല്ലാം തീർന്നു, തിരുമേനി ഇച്ചിരി ധൃതി ഉണ്ടായിരുന്നു, അതുകൊണ്ട് പറഞ്ഞു 2 പഴമ വായിച്ചാൽ 2 പഴമ. അവർ ഓടിപ്പോയി 2 പഴം എടുത്ത് തിരുമേനിക്കൊണ്ട് കൊടുക്കും. അത്രമാത്രം നമുക്കറിയാമല്ലോ, വിശുദ്ധ കുർബാനയിൽ നിൽക്കുന്ന അച്ഛൻ എന്തെങ്കിലും പറയുന്നത് വലിയ ഉച്ചത്തിൽ പറയാൻ സാധ്യമല്ല. എന്തെങ്കിലും ആവശ്യപ്പെടുന്നത് പതിഞ്ഞ സ്വരത്തിലേ പറയാൻ സാധ്യമുള്ളൂ. പക്ഷേ ശ്രദ്ധയോടെ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് എന്താണ് പറയുന്നതെന്നും ആവശ്യമുള്ളതെന്നും മനസ്സിലാക്കാൻ സാധിക്കും. സോ നമ്മൾ മദ്ബഹായിൽ നിൽക്കുമ്പോൾ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ നിൽക്കുന്ന നേഴ്സിന്റെ ജാഗ്രത ഉണ്ടാകും. നമുക്കറിയാമല്ലോ, ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഡോക്ടറും സർജനും ടീമും ചെയ്യുന്ന എന്താണ്? ദേ ഹാൻഡിൽ ദ ഹ്യൂമൻ ബോഡി. മനുഷ്യ ശരീരത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ആൻഡ് വാട്ട് ബോഡി വി ഹാൻഡിൽ ഇൻ ദ ഓപ്പറേഷൻ തിയേറ്റർ ഇൻ ദ ചർച്ച്? ദ ഡിവൈൻ ബോഡി. You see the difference between the human body and the divine body? സാധാരണ ഹ്യൂമൻ ബോഡി ഹാൻഡിൽ ചെയ്യുന്ന നമ്മൾ വളരെ ജാഗ്രതയോടെ ശുഷ്കാന്തിയോടെ ചെയ്യുമെങ്കിൽ ഒരു രോഗിയെ ഡോക്ടറും സർജനും ടീമും കൂടെ കൈകാര്യം ചെയ്യുമ്പോൾ അലസത ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ചാൽ അവർ കേസ് കൊടുക്കില്ലേ? പിന്നെ നമ്മൾ അവിടെ സർജനും നേഴ്സും എല്ലാം പ്രശ്നമാണ്. അതുകൊണ്ട് വളരെ ജാഗ്രതയോടെ ചെയ്യും. പക്ഷേ ഓൾട്ടർ എന്ന് പറയുന്ന, ത്രോണോസ് എന്ന് പറയുന്ന ആ ഓപ്പറേഷൻ ടേബിളിൽ കൈകാര്യം ചെയ്യുന്നത് സാധാരണ ബോഡിയല്ല. ഇറ്റ് ഈസ് ദ ഡിവൈൻ ബോഡി. യേശുക്രിസ്തുവിന്റെ തിരുശരീരം കൈകാര്യം ചെയ്യുക. സാധാരണ ബോഡി കൈകാര്യം ചെയ്യുന്നിടത്ത് വളരെ ജാഗ്രതയോടെയാണെങ്കിൽ അതിനേക്കാൾ എത്ര മടങ്ങ് ജാഗ്രതയോടെ ആയിരിക്കണം അവിടെ നിൽക്കുന്ന മനുഷ്യർ നിൽക്കേണ്ടത്. അവിടെ നിൽക്കേണ്ട മനുഷ്യർ നിൽക്കുന്നത് എത്രമാത്രം ജാഗ്രതയോടെ ആയിരിക്കണം. പലപ്പോഴും പള്ളിക്കകത്ത് മൊബൈലിൻ്റെ ശബ്ദങ്ങളും ഞാൻ ചോദിക്കട്ടെ, ഈ ജാഗ്രതയുടെ കാര്യം ഞാൻ പറയും. പോക്കറ്റിൽ മൊബൈല് വൈബ്രേഷൻ ഇട്ടിരുന്നാൽ നിങ്ങളുടെ ശ്രദ്ധ പതറും അല്ലേ? ശ്രദ്ധ പതറും. വൈബ്രേഷനിലാണെങ്കിലും
എന്താണെങ്കിലും അതിനകത്തൊരു മെസ്സേജ് വരികയും എന്തെങ്കിലും ചെയ്യുമ്പോൾ ഓ ഇതാരാ അയച്ചത്, ഇനി എന്താണ് അവിടെ നിന്ന് എടുക്കാൻ ചിലപ്പം ഒരു പക്ഷേ മനസ്സിലെങ്കിലും ഇത് എടുത്ത് ആ മെസ്സേജ് വായിക്കുന്നവരെ ആള് പ്രശ്നത്തിലാണ്. സോ when you go to the church, better avoid mobile with you. മൊബൈൽ കൊണ്ട് പള്ളിയിൽ പോകരുത്. പള്ളിയിൽ പോകുന്നത് ആരോട് സംസാരിക്കാനാണ്? അവിടെ മൊബൈൽ ആവശ്യമുണ്ടോ? മൊബൈലും കൊണ്ടാണ് പോകുന്നതിൽ അതിൻ്റെ അർത്ഥം എന്താ? ദൈവത്തോട് സംസാരിക്കാനല്ല പോകുന്നത് എന്നുള്ളതാണ്, അല്ലേ? അതുകൊണ്ടാണ് മൊബൈൽ കയറുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ അതുകൊണ്ട് ഇതിൻ്റെ ആവശ്യം കൊണ്ടല്ല, ഇതിനു വേണ്ടിയല്ല പോകുന്നത്. ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. എനിക്കും ധൃതിയുണ്ട്, പോകേണ്ട ധൃതി ഉണ്ടായതുകൊണ്ട് നടത്തുന്നു. എങ്കിലും ഒരു കാര്യം പ്രധാനമായിട്ട് ഓർപ്പിച്ചത്, മക്ബഹായിലെ ശുശ്രൂഷയ്ക്ക് നമ്മളുടെ ജാഗ്രത അത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. വിശുദ്ധിയും അതിൻ്റെ ഒരുക്കവും തയ്യാറെടുപ്പുമെല്ലാം പിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഇത് യേശുക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങൾ കൈകാര്യം ചെയ്യുന്ന ടേബിളാണ്. മനുഷ്യ ശരീരം കൈകാര്യം ചെയ്യുന്ന ടേബിളിൽ നമ്മൾ ജാഗരൂകരാണെങ്കിൽ ഈ ടേബിളിൽ നാം എത്രമാത്രം ജാഗരൂകരായിരിക്കണം എന്നുള്ളതിനെ പറ്റി നമ്മൾ ബോധവാന്മാരായി. നമുക്ക് എല്ലാ വർഷവും നടക്കുന്ന ഈ ആനുവൽ കോൺഫറൻസ്, അതുപോലെ തന്നെ ഇടവക തലത്തിലും ഡയസിഷൻ തലത്തിലും ഏരിയ തലത്തിലും ഒക്കെ നടക്കുന്ന മീറ്റിങ്ങുകൾ, ഇതിലൂടെയൊക്കെ ഇതുമായി ബന്ധപ്പെട്ട അനേകം പാഠങ്ങളും ഉപദേശങ്ങളും ഒക്കെ ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അഭ്യന്തനായ തീമോത്തിയോസ് തിരുമേനി ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുവാൻ ഏറ്റവും മാതൃകാപരമായിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളതിൽ സംശയമില്ല. അദ്ദേഹം എൻ്റെ ഗുരുവും കൂടിയാണ്. സെമിനാരിയിൽ എന്നെ പഠിപ്പിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ഈ കാര്യങ്ങളിലുള്ള താല്പര്യം എത്രമാത്രം ഉണ്ട് എന്നുള്ളത് വ്യക്തിപരമായിട്ട് എനിക്ക് അറിവുള്ളത് കൊണ്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ ചുമതല അദ്ദേഹം വഹിക്കുമ്പോൾ ഇതിന് ശ്രേഷ്ഠമായ ഒരു നേതൃത്വവും ഉന്നതമായ ഒരു ക്രമീകരണവും ഒക്കെ ഉണ്ടാകും എന്നുള്ളതിൽ സംശയമില്ല. പ്രത്യേകിച്ചും റജി മാത്യു അച്ഛനും മറ്റ് കൂടെ സഹകരിച്ച് പ്രവർത്തിക്കുന്ന എല്ലാവരും വളരെ ശ്രേഷ്ഠമായ നേതൃത്വം ഇതിന് നൽകും എന്നുള്ളതിലും സംശയമില്ല. അപ്പോൾ തന്നെ ശുശ്രൂഷകൻ എന്ന് പറയുന്ന ഒരു മാഗസീൻ ഇവിടെ ഇപ്പോൾ റിലീസ് ചെയ്തു. അതിലൂടെയൊക്കെ തന്നെ നമ്മുടെ പുള്ളിയെ പറ്റിയും നമ്മുടെ ചുമതലകളെ പറ്റിയും അനേകം കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുവാനൊക്കെ പോകണം ഇടയാകും എന്നുള്ളതിൽ സംശയമില്ല. ഒരു നിയോഗം എന്നോണം ഇവിടെ വരുവാൻ ഇടയായതിൽ പ്രത്യേകിച്ച് ഈ റജി മാത്യു അച്ഛൻ പ്രത്യേകം നിർബന്ധപൂർവ്വം എന്നെ ഇതിലേക്ക് വരണമെന്ന നിർബന്ധപൂർവ്വം ക്ഷണിച്ചതും കൊണ്ടുകൂടിയാണ് വരാനിടയായത്. ഉള്ള സന്തോഷം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അമ്മ വൈകിയിൽ ഇവിടെ നിന്ന് വന്നുചേർന്നിരിക്കുന്ന എൻ്റെ എല്ലാമായ ശുശ്രൂഷകൾ, ഇവിടെ ഒരു ആശംസാ പ്രസംഗത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. കഴിഞ്ഞ വർഷം നടത്തിയ വാർഷികത്തെക്കാണ്ട് 10 മടങ്ങ് ആളുകൾ, ശുശ്രൂഷകൾ ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന് കാണുന്നതിലുള്ള വലിയൊരു സന്തോഷം. കഴിഞ്ഞ വർഷം എനിക്ക് തുടങ്ങിയ ദിവസം ഇതിൻ്റെ പകുതി ആൾക്കാരുണ്ടായിരുന്നു. ഇന്ന് ഏതാണ്ട് ഇപ്പോൾ 400 പേരോളം ഇവിടെ എത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. നിങ്ങളെപ്പോലുള്ളവർ ഈ വാർഷിക ക്യാമ്പിൽ വന്ന് സംബന്ധിക്കുമ്പോൾ സഭയിലുണ്ടാകേണ്ടതായ വളർച്ച, അത് സഭ വളരണമെങ്കിൽ നിങ്ങൾ ആവശ്യമാണ്. ഇവിടെ തിരുമേനിമാരൊക്കെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ 2-3 സംഗതികൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒന്ന്, ദേവാലയത്തിൽ മധുവയിൽ പ്രവേശിക്കുന്നതിന് നിങ്ങൾ വരികയാണെങ്കിൽ വെള്ള വസ്ത്രം ധരിച്ചു വരുന്നത് എത്രയോ ഉത്തമമാണ്. ഈ അടുത്ത കാലത്ത് കോന്നിയിലൊരു മീറ്റിങ്ങിൽ ഞാൻ സംബന്ധിച്ചപ്പോൾ ഒരു ദേവാലയത്തിലെ ആൾക്കാർ പറഞ്ഞു, ഞങ്ങൾ എല്ലാവരും വെള്ള ജൂബായിട്ടുകൊണ്ടാണ് ആ മധുവായിൽ പ്രവേശിക്കാൻ വരുന്നത്.
ഇത് കേട്ടപ്പോൾ മുതൽ എനിക്കും ഒരാഗ്രഹം തോന്നി രൂപമായിട്ട് തന്നെ മതമായി പ്രവേശിക്കണമെന്ന്. കഴിഞ്ഞ 2 മാസമായിട്ട് മിക്കവാറും എല്ലാ ദിവസവും രൂപമായിട്ട് തന്നെയാണ് ഞാനും മതമായി പ്രവേശിക്കുന്നത്. എന്ന് മാത്രമല്ല, എൻ്റെ പള്ളിയിലെ ശുശ്രൂഷകരോട് എല്ലാവരോടും ഞാൻ പറഞ്ഞു, എല്ലാവരും ഓരോ ജൂബ തയ്പ്പിക്കണം. നമ്മളെല്ലാവരും വെള്ള ജൂബായിട്ട് ഈ പള്ളിയിൽ പ്രവേശിക്കാനായിട്ട് ഇടയാണ്. 90% ആൾക്കാരും ചെയ്തു കഴിഞ്ഞു. ഇത് നിങ്ങളും പ്രാവർത്തികമാക്കാൻ ശ്രമിക്കണം എന്നാണ് എൻ്റെ അപേക്ഷ. അല്ലാതെ കളറുള്ള പെണ്ണിന് വിട്ട് ഒരു മതവായിലേക്ക് അല്ലാത്ത ഒരു രീതിയിലേക്ക് നമ്മൾ ദൈവിക സന്നിധിയിലേക്ക് വരുന്നു എന്ന് നമുക്ക് തോന്നത്തക്കതാണ്. അല്ലാതെ വീട്ടിൽ നിന്ന് അപ്പനും അമ്മയും എന്താണോ നീ മതവായി കയറാൻ പോകാത്തതെന്ന് പറഞ്ഞ് അടിച്ചോടിച്ചിട്ട് വന്നിട്ട് കയറുന്നോ അല്ല നമുക്ക് വേണ്ടുന്നത്. ശനിയാഴ്ച ദിവസം വൈകിട്ട് നിവൃത്തിയുള്ളിടത്തോളം ആൾക്കാർ സന്ധ്യാനമസ്കാരത്തിൽ സംബന്ധിച്ച് ഞായറാഴ്ച രാവിലെ വായിക്കാനുള്ള ക്രമീകരണങ്ങൾ ആരൊക്കെയാണ് വായിക്കേണ്ടത് എന്നുള്ളതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഓരോരുത്തരും അത് ആ ദൗത്യം ഏറ്റെടുക്കുന്നത് നന്നായിരിക്കുമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. രണ്ടാമത് പറയാനുള്ളത്, ദുബൈയുടെ തിരുവേലി പോയെങ്കിലും ഒരു നേഴ്സിൻ്റെ കടമ അവിടെ അത് ചോദിക്കാൻ ആളില്ല. കൈയും ഒക്കെ ആംഗ്യം കാണിക്കത്തതേ ഉള്ളൂ. ഓപ്പറേഷൻ എന്താണ് വേണ്ടത്, സിസേഴ്സ് ആവാൻ വേണ്ടത്, അതോ എന്താണ് വേണ്ടതെന്നുള്ളത് ആ നേഴ്സിനല്ല. ഞാനത് പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ, പലപ്പോഴും പല ദേവാലയങ്ങളിലും പോകുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ പലപ്പോഴും കണ്ടുവരുന്ന ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് വൈദികൻ്റെ ആ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ശുശ്രൂഷകനായിരിക്കും വായിക്കാനുണ്ട്. ആ വായനയ്ക്ക് ഞാനാണോ വായിക്കേണ്ടത്, നീയാണോ വായിക്കേണ്ടത്, അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കത്തിൽ കുറച്ച് താമസം വരാറുണ്ട്. അത് വരാൻ പാടില്ല. അടുത്ത ആരാണ് വായിക്കേണ്ടതെന്നും ഈ വായനയെപ്പറ്റിയും കൂടി അല്പം പറയാനുണ്ട്. ഈ വായിക്കുന്നത് പലർക്കും ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ പഠിക്കുന്നത് മലയാളം വാക്കുകളൊക്കെ ഉപയോഗിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് എന്നുണ്ടെങ്കിൽ പോലും ഉറച്ചു വായിക്കണം. എല്ലാവർക്കും കേൾക്കത്തക്കതുപോലെ വായിക്കണം. ഞാൻ ശുശ്രൂഷകനായിട്ട് കയറുന്ന ദിവസങ്ങളിലെല്ലാം ചില വായനകൾ വായിക്കുന്നത് ആ ദേവാലയത്തിൽ വരുന്നവരെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കാനായിട്ട് പോയി വായിച്ചാലേ കേൾക്കത്തുള്ളൂ എന്ന് വരെ പറഞ്ഞവർ വരെയുണ്ട്. ഞാൻ പറഞ്ഞു, അങ്ങനെ വിചാരിക്കരുത്. മതമായി കയറുന്നവരെല്ലാവരും വായിക്കണം. ഓരോരുത്തരും ഓരോ ദിവസങ്ങളിലും വായന ഭാഗങ്ങൾ മാറി മാറി വായിക്കാനിടയാകണം. ഇതാണ് എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കാനുള്ളത്. ദേവാലയത്തിൽ പോകുന്നത് വിശുദ്ധിയോടായിരിക്കണം. എന്താ പറഞ്ഞ പോലെ മൊബൈൽ പോക്കറ്റിലിട്ടുകൊണ്ട് പോകുന്നത് ഒത്തിരി പേരുണ്ട്. ഈ മൊബൈലിലെ ലൈറ്റ് കത്തിക്കിടക്കുന്നത് ഞാൻ തന്നെ പലപ്പോഴും പലരോട് കണ്ടിട്ടുണ്ട്. ഓരോരുത്തർ വിളിച്ചുകൊണ്ടിരിക്കുക. ഈ ദേവാലയത്തിൽ പോകുമ്പോൾ നമ്മുടെ അറ്റൻഷൻ അത് ദേവാലയത്തിനകത്ത് നിൽക്കുമ്പോൾ നിങ്ങളൊരു കാര്യം കൂടെ മനസ്സിലാക്കണം. നമ്മൾ മതമായി നിൽക്കുമ്പോൾ പുറത്ത് നിൽക്കുന്നവരെല്ലാവരുടെയും കണ്ണ് നമ്മളുടെ മേലാണ്. നമ്മളത് അങ്ങോട്ടും ഇങ്ങോട്ടും അലക്ഷ്യമായിട്ട് നിൽക്കുന്നു, വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ ആ ദേവാലയത്തിൽ വരുന്നവർക്ക് പോലും ആ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നതിനുള്ള ഒരു ഇത് ഉണ്ടാവില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ നല്ല അറ്റൻഷനായിട്ടും ലൈനായിട്ടും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയങ്ങളിൽ ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നാൽ അത് ആ ശുശ്രൂഷയ്ക്ക് ഏറ്റവും ആനന്ദകരമായിരിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. ഇന്ന് ഇവിടെ വന്നെത്തിയിരിക്കുന്ന എല്ലാവരും, ഈ വാർഷിക ക്യാമ്പിൽ സംബന്ധിക്കുന്ന എല്ലാവരോടും എൻ്റെ ആശംസകൾ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു. ഉദ്ഘാടന സമ്മേളനത്തിന് നന്ദി അറിയിക്കുവാനായിട്ട് നമ്മുടെ ജനറൽ സെക്രട്ടറി പ്രിയങ്കരനായിട്ടുള്ള പ്രൊഫസർ ബാബു വർഗീസ് വലിയ വീട്ടിനെ സാധാരണ ക്ഷണിക്കും. നാമത്തിൽ നമുക്കുണ്ടായിരിക്കട്ടെ. അഭിനന്ദനായ ഡോക്ടർ മാത്യൂസ് മാർഗി സിവിയിൽ, ബഹുമാനപ്പെട്ട റജി മാത്യുലച്ചൻ, ബഹുമാനപ്പെട്ട മനീലച്ചൻ, ബഹുമാനപ്പെട്ട ശുഭ പുജനച്ചൻ, ഏറ്റവും പ്രിയങ്കരനായ ഡോക്ടർ റോയി മാത്യു മറ്റുള്ളവർ എന്നീ വൈദിക ശിക്ഷകരെ, എൻ്റെ പ്രിയപ്പെട്ട ശുശ്രൂഷ സംഘത്തിലെ പ്രിയപ്പെട്ട അംഗങ്ങളെ, സമയം ദീർഘിച്ചു തന്നെയല്ല, അടുത്ത 3 ദിവസം നമ്മൾ ഒരുമിച്ചുള്ളത് കൊണ്ട് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുകൊള്ളാം. ഒറ്റ വാക്കിൽ ഞാൻ എൻ്റെ ഈ ചടങ്ങ് അവസാനിപ്പിക്കാം. ഈ യോഗം ഇവിടെ നടക്കുവാൻ തക്കവണ്ണം അതിൻ്റെ അനുവാദവും അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബാബ തിരുമേനിയാണ്.
തിരുമേനിയുടെ അസാന്നിധ്യം ആണ് എങ്കിൽ പോലും ശരീരം മാത്രമേ ഉള്ളൂ ഇവിടെ ഇല്ലാത്തത്. മനസ്സുകൊണ്ട് പ്രാർത്ഥനയിലും എല്ലാം നമ്മളെ നിരന്തരം ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അത് പരിശുദ്ധ ബാബാ തിരുമേനിയുടെ തൃപ്പാദങ്ങളിൽ ഈ യോഗത്തിൻ്റെതായ നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുക. ഈ യോഗത്തിൻ്റെ അധ്യക്ഷതം അലങ്കരിക്കുന്ന നമ്മുടെ പ്രസിഡന്റ് തിരുമേനി, ഞാൻ ദീർഘമായിട്ട് കാര്യങ്ങൾ പറയുന്നില്ല, വളരെ ദീർഘവീക്ഷണമുള്ളതായ ഒരു പിതാവിനെയാണ് നമുക്കിതിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ലഭിച്ചിരിക്കുന്നത്. തിരുമേനിയുടെ സാന്നിധ്യം ഈ 3 ദിവസവും നമ്മോടൊപ്പം ഉണ്ടാകും. തിരുമേനിക്ക് തമ്പുരാൻ ആയുരാരോഗ്യം കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അഭിമന്യ മാത്യൂസ് മാർ തിമോത്തിയോസ് തിരുമേനിയെ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. ഇന്ന് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അനുഗ്രഹിച്ചത് ചെങ്ങന്നൂർ ഭദ്രാസനത്തിൻ്റെ അധിപൻ, സഭയുടെ ഒരു സീനിയർ മെത്രാപ്പൊലീത്ത അഭിമന്യ തോമസ് മാർ അത്താനാസിയോസ് തിരുമേനിയാണ്. തിരുമേനിയെ ഈ യോഗത്തിൻ്റെ പേരിലുള്ളതായ ഇതിൻ്റെ കൺവീനർ സ്ഥാനത്ത്, ജനറൽ കൺവീനർ സ്ഥാനത്ത്, അതുപോലെ തന്നെ കോർഡിനേറ്റർ സ്ഥാനത്ത് നിൽക്കുന്നതായ ബഹുമാനപ്പെട്ട മനയിലച്ചൻ മാത്യൂസ് ജോൺ അച്ഛൻ മനയിലച്ചന് ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ സജീവമായിട്ട് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട മനയിലച്ചനുള്ളതായ നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ. അതുപോലെ തന്നെ വളരെ വളരെ ആത്മാർത്ഥമായിട്ട് ഈ ഇതിനെ സ്നേഹിക്കുകയും സേവിക്കുകയും എല്ലാ പിന്തുണയും എല്ലാ സഹായങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ റോയി മാത്യു മുത്തൂറ്റ് അവർക്ക്, എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ആമോസിൻ്റെ പ്രവർത്തനത്തിൽ ഏറ്റവും സഹായം, സാമ്പത്തിക സഹായം മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ശാരീരികമായിട്ടും അതുപോലെ തന്നെ മാനസികമായിട്ടും ഇതിൻ്റെ കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നതായ ബഹുമാനപ്പെട്ട ഷിബു കുര്യൻ അച്ഛൻ, ഇതിൻ്റെ എഡിറ്റർ മാത്രമല്ല നമ്മുടെ ഈ ആമോസിൻ്റെ ഒരു കോർഡിനേറ്റർ കൂടിയാണ്. ബഹുമാനപ്പെട്ട ഷിബു കുര്യൻ അച്ഛനുള്ളതായ നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ. അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളതായ വന്യ വൈദിക സെക്ഷന് അങ്കമാലി ഭദ്രാസനത്തിൽ നിന്നും യാക്കോബ് അച്ഛനെത്തിയിട്ടുണ്ട്. തൃശ്ശൂർ ഭദ്രാസനത്തിൽ നിന്നും ബഹുമാനപ്പെട്ട പോളി വർഗീസ് അച്ഛനെ ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത്. അച്ഛൻ ചാർജ് ഏറ്റിട്ട് അധികം നാളായില്ല. ചാർജ് ഏറ്റപ്പോൾ തന്നെ സജീവമായിട്ട് അടുത്ത 3 ദിവസവും നമ്മോടൊപ്പം പ്രവർത്തിക്കാൻ അച്ഛൻ്റെ സാന്നിധ്യമുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ അക്കോമഡേഷൻ്റെ കാര്യങ്ങളെല്ലാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട ജെയിംസ് സി മാത്യു അച്ഛനാണ്. ഫുഡിൻ്റെതായ കാര്യങ്ങളെല്ലാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട ജിജി അച്ഛനാണ്. അതുപോലെ ഇതിൻ്റെ രജിസ്ട്രേഷൻ്റെ ഭാഗം ബഹുമാനപ്പെട്ട ഷിനോ അച്ഛൻ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ യാക്കോബച്ചൻ റിസപ്ഷൻ കം നമ്മുടെ വേണ്ട എല്ലാ കാര്യങ്ങളും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നതായ യാക്കോബച്ചനുണ്ട്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ധാരാളം വൈദിക സെക്ഷനും അതുപോലെ തന്നെ കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്നതായ ഒരുപാട് ആൾക്കാരുണ്ട്. ഇന്ന് ലോക്സൻ സാറ് കുന്നംകുളം ഭദ്രാസനത്തിൽ നിന്ന് വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ കൊല്ലം ഭദ്രാസനത്തിലെ സജി സാറുണ്ട്. കൊട്ടാരക്കര ഭദ്രാസനത്തിൽ നിന്ന് സജി സാറുണ്ട്. തുമ്പോൺ ഭദ്രാസനത്തിൽ നിന്ന് കോസ്റ്റാനുണ്ട്. മാവേലിക്കര ഭദ്രാസനത്തിൽ നിന്നും അടുത്ത കോസ്റ്റാനുണ്ട്. തൃശ്ശൂർ ഭദ്രാസനത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട സോൺ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സക്കറിയാച്ചായൻ CU സക്കറിയ പുറകിൽ ഉണ്ട്. എല്ലാ കമ്മിറ്റി അംഗങ്ങളും എല്ലാവരും, മലബാറിൻ്റെ ഫിലിപ്പോസ് സാറുണ്ട്. എല്ലാവരും ധാരാളം ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ചുക്കാൻ പിടിക്കുന്ന എല്ലാ കമ്മിറ്റി, അതുപോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും പ്രവർത്തനം, എനിക്ക് ഏറ്റവും സഹായം എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന മാത്യു വർഗീസ് സാറാണ്. ഈ സോണിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. അതുപോലെ ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പുറകാലെ പറഞ്ഞുകൊള്ളാം. ഇതിനെ സഹായം ചെയ്തുകൊണ്ടിരിക്കുന്ന സെൻട്രൽ കമ്മിറ്റിയിലെയും ക്യാമ്പിൻ്റെ കമ്മിറ്റിയിലെയും എല്ലാ പ്രവർത്തനങ്ങളുമായി നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതുപോലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കേരളത്തിനകത്തും പുറത്തു നിന്നും ഇതുവരെയുള്ള രജിസ്ട്രേഷൻ സെറ്റ് ബാംഗ്ലൂരിൽ നിന്നും 8 പേരും മദ്രാസിൽ നിന്നും 4 പേരും രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. തുടർന്ന് കുറേ ആൾക്കാർ കൂടി വരുവാനുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. ഏതാണ്ട് 350-ൽ പരം ആളുകൾ ഇപ്പോൾ തന്നെ രജിസ്ട്രേഷൻ കഴിഞ്ഞു. അങ്ങ് കേരളത്തിൻ്റെ തിരുവനന്തപുരത്തിൻ്റെ അങ്ങേ അറ്റം മുതൽ മലബാർ, കോഴിക്കോട്, പാലക്കാട്, കണ്ണൂർ മേഖലകളിൽ നിന്ന്, സുൽത്താൻ ബത്തേരി മേഖലകളിൽ നിന്നെല്ലാം എത്തിച്ചേർന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുള്ളതായ നന്ദിയും സ്നേഹവും കടപ്പാടും ഒറ്റ വാക്കിൽ അറിയിക്കുന്നു. അടുത്ത 3 ദിവസങ്ങൾ നമുക്ക് വളരെ
വളരെ അനുഗ്രഹപ്രദമായി ഈ പരിശുദ്ധ പരിമല തിരുമയുടെ പരിമളം പകരുന്നതായ ഈ മണ്ണിൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് ദൈവ സന്ദേശങ്ങൾ ശ്രവിക്കാം. അതിന് ദൈവത്തമ്പുരാൻ ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കും.